അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെ മറക്കാതെ ഏവരെയും ഓർമ്മിപ്പിക്കുന്നു. ഒരിത്തിരി സമയം നിങ്ങളുടെ മക്കൾ ഭക്ഷണം കഴിച്ച് തീരുന്ന സമയം നിങ്ങളോട് സംസാരിക്കാനാണ് വളരെ ദൂരെ നിന്ന് ഞാൻ വന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇത്തിരി കാര്യങ്ങൾ പങ്കുവെച്ച് അവസാനിപ്പിക്കാം. ഏറ്റവും പുറകിലുള്ളവർക്ക് മുന്നിലേക്ക് ഇരിക്കാം. ഇങ്ങോട്ട് നിങ്ങൾ എന്നെ പറഞ്ഞാൽ കേൾക്കില്ല, പിന്നെ എങ്ങനെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കല്ലേ? ഇങ്ങോട്ട് മുന്നോട്ട് ഇരിക്കൂ, ഇങ്ങോട്ട് മുന്നോട്ട് വരൂ. ഞാനൊന്നും ചെയ്യൂല, ഞാൻ നിരായുധനാണ്. മുന്നിൽ കയറണ മുന്നിക്കല്ല, നേരെ ഇങ്ങോട്ട് വരൂ. ആ ബാക്കിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരൂ. ഇതവിടെയൊക്കെ ഇരിക്കാമല്ലോ, ആ ഫാനുള്ളിടത്തൊക്കെ നോക്കിയിരുന്നുള്ളൂ. ആ അവിടേക്കൊക്കെ ഇരുന്നോളൂ, ഇങ്ങോട്ടും ഇരുന്നോളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. സമയം വളരെ കുറവായതുകൊണ്ട് തുടങ്ങാം. മക്കളെ വളർത്തൽ വളരെ ചെറിയൊരു സമയമായതുകൊണ്ട് ഞാനൊരു ആമുഖമില്ലാതെ മക്കളെ വളർത്തലിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും പാരൻസ് ആണോ? പാരൻസൊക്കെ ഒന്ന് കൈപൊക്കി. ആ ശരി, പാരൻസേ ഉള്ളൂല്ലോ അല്ലേ? ശരി, നമുക്ക് മക്കളെ വളർത്തലിലേക്ക് നേരെ കിടക്കാം. സമയം കുറവായതുകൊണ്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും മുതിരുന്നില്ല. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ധാരാളം വ്യത്യാസങ്ങൾ. വാലുണ്ട്, നമുക്ക് വാലില്ല. നമ്മൾ ചിരിക്കും, മൃഗങ്ങൾ ചിരിക്കില്ല. നമ്മൾ സംസാരിക്കും, മൃഗം സംസാരിക്കില്ല. നമുക്ക് വിശേഷ ബുദ്ധിയുണ്ട്, മൃഗങ്ങൾക്കില്ല. നമ്മളിങ്ങനെ എണ്ണിയാൽ കുറേ കിട്ടും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കൾ മക്കളെ വളർത്തുന്നതിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓർത്തു വെക്കേണ്ടത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ 3 വ്യത്യാസങ്ങൾ. 3 വ്യത്യാസം ഞാൻ പറയും, ബാക്കിയൊക്കെ നിങ്ങൾ ഓർത്തോളൂ, അതൊന്നും ഞാൻ പറയുന്നില്ല. നമ്പർ 1, മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന 3 എണ്ണത്തിൽ 1, വളരെ പതുക്കെ വളരുന്ന ജീവിയാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ അത്ര പതുക്കെ വളരുന്ന ജീവിയില്ല. വെരി ഗ്രോത്ത് റേറ്റ്, വെരി സ്ലോ. നിങ്ങൾ പ്രസവിച്ച ഡേറ്റ് ഓർമ്മ ഉണ്ടോ? ഇല്ലേ? ഓർമ്മ ഉണ്ടോ? ഏത് പ്രസവമാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക? ഏതെങ്കിലും ഒരു പ്രസവത്തിൻ്റെ ഡേറ്റ് ഓർത്ത് വെച്ചോളൂ. നിങ്ങൾ പ്രസവിച്ച ദിവസം നിങ്ങളുടെ അയൽപ്പക്കത്ത് ആട് പ്രസവിച്ചു, നിങ്ങളും പ്രസവിച്ചു, ആടും പ്രസവിച്ചു. ആടിനും പ്രസവിച്ചൂടെ? ആട് പ്രസവിച്ചു. നിങ്ങൾ പ്രസവിച്ച് 1 വർഷം കഴിഞ്ഞു, ആട് പ്രസവിച്ചിട്ടും 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞാൽ ആട് പ്രസവിച്ച ആട്ടുംകുട്ടി പ്രായം തികഞ്ഞ ആടായി ഉണ്ടാവും. ഇല്ലേ? നിങ്ങളെ കുട്ടിയോ? നിങ്ങൾ പ്രസവിച്ചൊരു കൊല്ലം കഴിഞ്ഞ് നിങ്ങളെ കുട്ടി എന്തായത്? അപ്പോഴും ട്രൗസറിലും തുണിയിലും അപ്പിയിട്ടും മൂത്രമൊഴിച്ച് മലന്നിങ്ങനെ കിടക്കും അല്ലേ? 2 വർഷമായി ആട് പ്രസവിച്ച കുട്ടി ഒരു ഉമ്മയായി മാറിയിട്ടുണ്ടാവും, കുട്ടിമ്മ ഉണ്ടാവും. 1 കൊല്ലം കൊണ്ട് അത് പ്രായം തികയും. 2ാമത്തെ കൊല്ലം അത് പ്രസവിച്ചിട്ടുണ്ടാവും. 2 കൊല്ലം കൊണ്ട് നിങ്ങളെ കുട്ടി എന്തായത്? 10 വയസ്സുള്ള കുട്ടീൻ്റെ ഉമ്മ ഉണ്ട് ഇതിൽ. 10 കൊല്ലമായി നിങ്ങൾ കുട്ടീനെ പോറ്റുന്നു. നിങ്ങളെ കുട്ടി എന്തായത്? പറയൂ. ഒന്നും ആയില്ലല്ലേ? ഇനി എത്ര കൊല്ലം പോറ്റണം? ഇവിടെയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ ഓർക്കേണ്ടത്. ഏറ്റവും പതുക്കെ മനുഷ്യൻ്റെ കുട്ടി വളരും. എല്ലാ ജീവികളും ഭാഗ്യവാന്മാരാണ്, മക്കൾ പെട്ടെന്ന് വളരും. നമ്മളോ വളരെ പതുക്കെ. ഒന്നാമതായി എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിൻ്റ്, 1ാമത്തെ പോയിൻ്റ്. 2, ഒരു കോഴിമുട്ട അടവെച്ച് കൊടുത്താൽ എത്ര ദിവസം കൊണ്ട് വിരിയും? കോഴി അടവെച്ച് എത്ര ദിവസം കൊണ്ട് വിരിയും? അടച്ചോനെ, 2 മാസം, 6 മാസം, 21 കൂടിയോ? 21 ദിവസം കോഴി അടയിരുന്നാൽ
കോഴിമുട്ടയുടെ തോല് പൊളിച്ച് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരും. എന്ത് രസമാണ് കാണാൻ. ആ കോഴിത്തള്ള കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിനുള്ളിൽ ഒളിപ്പിക്കും. പൂച്ച പിടിക്കാതെ, കാക്ക കൊത്താതെ ആ കോഴിത്തള്ള ഇതിനിങ്ങനെ കൊണ്ടു നടക്കും. ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം, എത്ര കാലം കോഴി കുഞ്ഞിനെ പോറ്റും? 2 കൊല്ലം? 5 കൊല്ലം? വേഗം പറയും. നിങ്ങൾ കോഴിനും കണ്ടില്ല? കോഴി ചിക്കൻ 65 ആ കോഴി കണ്ടില്ല? കോഴിക്കുഞ്ഞിനെ കോഴി എത്ര കാലം പോറ്റും പറയൂ? 1 കൊല്ലം പോറ്റുമോ? കൊല്ലം പോറ്റുമോ? ഇല്ല. 6 മാസം പോറ്റുമോ? ഇല്ല. 4 മാസം 5 മാസം മാത്രമേ കോഴി കുഞ്ഞിനെ പോറ്റൂ. അത് കഴിഞ്ഞാൽ കൊത്തിയാട്ടും, കോഴി ഫ്രീ ആയി. പൂച്ച പ്രസവിക്കുമ്പം കണ്ണില്ല കുട്ടിക്ക്, പൂച്ചക്കുട്ടിക്ക് കണ്ണ് കീറൂല. കണ്ണില്ലാത്ത പൂച്ചക്കുട്ടിയെ കാടൻ പൂച്ച കടിക്കാതെ, നായ പിടിക്കാതെ ആ പൂച്ച പല സ്ഥലത്തും ഇങ്ങനെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് കണ്ണ് കീറി പൂച്ചക്കുഞ്ഞ് നന്നായി ഉഷാറായി, അത് ഇര തേടാൻ പ്രാപ്തിയായി എന്ന് തോന്നിയ തള്ള ഒഴിവാക്കി പോകും. പൂച്ച എത്ര കാലം കുട്ടീനെ പോറ്റും? ആട്, പശു? നിങ്ങൾ പറയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെപ്പോഴാണ് കുട്ടീനെ പോറ്റി തീരുക? അങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതി, നമ്മൾ ഞാൻ കണക്ക് കൂട്ടിക്കോളാം. നിങ്ങൾക്ക് കുട്ടികളുണ്ടെന്നല്ലേ പറഞ്ഞ്? ഉണ്ടോ? എപ്പോഴത് തീരുക? രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ പോയിന്റ് എന്താ ഞാൻ പറഞ്ഞ് മറക്കുമോ? എന്താ പറഞ്ഞ്? ഒന്നാമത്തെ എന്താ പറഞ്ഞേ? വടിയെടുത്ത് തല്ലണ്ടി വരും ഇനിയിപ്പോൾ. ഒന്നാമത്തെ എന്താ പറഞ്ഞ്? ഏറ്റവും പതുക്കെ വളരും. 2, ഏറ്റവും കൂടുതൽ കാലം മക്കളെ പോറ്റുന്ന ജീവിയുടെ പേരാണ് മനുഷ്യൻ. നമ്മൾ മക്കളെ പോറ്റിയാൽ തീരൂല. നിങ്ങളമ്മ നിങ്ങളെ പോറ്റി തീർന്നോ? ഭർത്താവും നിങ്ങളും തമ്മിൽ കച്ചറായി. ഭർത്താവ് നിങ്ങൾക്കൊരടി തന്നു. നിങ്ങൾ ആദ്യം ഫോൺ ചെയ്യാതിരിക്കുക, ഞാൻ ഓപ്ഷൻ തരാം. ഇപ്പം എല്ലാത്തിനും ഓപ്ഷനാണല്ലോ. കുട്ടീനോട് സ്കൂളിൽ നിന്ന് ചോദിച്ചു, മോനെ അച്ഛൻ്റെ പേരെന്താന്ന്. കുട്ടി ചോദിച്ചു ടീച്ചറോട്, ഓപ്ഷൻ ഉണ്ടോന്ന്. ടീച്ചർ 3 ഓപ്ഷൻ കൊടുത്തു, കുട്ടി പേര് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ തരാം. ഭർത്താവ് നിങ്ങളെ തല്ലാതിരിക്കട്ടെ, തല്ലി. നിങ്ങൾ ആദ്യം വിളിക്കാതിരിക്കുക. നമ്പർ A വനിതാ കമ്മീഷൻ, B പോലീസ് സ്റ്റേഷൻ, C മുഖ്യമന്ത്രിൻ്റെ ഓഫീസ്, D ഉമ്മ. നിങ്ങൾ ആർക്കാ വിളിക്കുക? അപ്പോൾ നിങ്ങളെ പോറ്റി തീർന്നോ ഉമ്മ? ഇല്ലല്ലേ? പോത്തുപോലെ വിൽപ്പുണ്ടല്ലോ, തീർന്നിട്ടില്ലല്ലോ. മനുഷ്യൻ മരിക്കുന്നവരെ മക്കളെ പോറ്റുന്ന ജീവിയാണ് മനുഷ്യൻ. രണ്ടാമത്തെ പോയിന്റ് അതാണ്. മരിക്കുന്നവരെ മക്കളെ പോറ്റും. ഇന്ന് നമ്മളോ, മുസ്ലിമിനൊരു പ്രത്യേകത ഉണ്ട്, മരിച്ചാലും തീരൂല. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ മനുഷ്യൻ്റെ പ്രത്യേകത 1, പതുക്കെ വളരും. 2, ജീവിതം മുഴുവൻ അവസാനത്തെ ശ്വാസം വരെ മക്കളെ പോറ്റും. 2. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്നറിയോ? എന്തിനാ പറഞ്ഞ്? നിങ്ങൾ പെട്ടു ഇനി ജീവിതകാലം മുഴുവൻ മക്കളെ പോറ്റണം. നീ രക്ഷപ്പെടില്ല. നിങ്ങൾക്ക് റിട്ടയർമെൻ്റ് ഇല്ല. എനിക്കൊക്കെ റിട്ടയർമെൻ്റ് ഉണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒരു പ്രായമെത്തിയാൽ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആവും. എന്നിട്ട് വിശ്രമ ജീവിതത്തിലേക്ക് കിടക്കും. ഉമ്മമാരൊന്ന് കൈപൊക്കിയേ. പെട്ടു. റിട്ടയർമെൻ്റ് ഉണ്ടോ? ഇല്ല. ജീവിതം മുഴുവൻ മക്കളെ പോറ്റുക. നമ്പർ 3, 2 കാര്യങ്ങൾ ഓർക്കല്ലോ നിങ്ങളില്ലേ? നമ്പർ 3, മനുഷ്യൻ മൃഗങ്ങളെ പോലെയല്ല. മനുഷ്യൻ മാത്രമാണ് മക്കളിൽ പ്രതീക്ഷയുള്ള ജീവി. ഒരു ജന്തുവും മക്കളിൽ പ്രതീക്ഷിക്കില്ല. ഏതെങ്കിലും കോഴി കുട്ടികളൊക്കെ വിരിഞ്ഞ് കൊത്തിയാട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ വാദം പിടിച്ച് മേലോട്ട് നോക്കി കിടക്കുമ്പോൾ എൻ്റെ കോഴിക്കുട്ടികൾ വന്ന് കാല് വിരിഞ്ഞിരുന്നു വിചാരിക്കല്ലോ? ഉണ്ടോ? ആട്, പോത്ത്, പശു, ആന, ഒരു ജീവിയും മക്കളിൽ പ്രതീക്ഷയില്ല. പ്രസവിക്കുന്നു, പോറ്റുന്നു, വിടുന്നു, പ്രതീക്ഷിക്കില്ല. നിങ്ങളോ? നിങ്ങൾക്ക് മക്കളിൽ പ്രതീക്ഷ ഉണ്ടോ? ഇല്ല. ഉണ്ട്. എന്താ പ്രതീക്ഷ? അവൻ IAS ആവണമെന്നോ, ഡോക്ടർ ആവണമെന്നോ? എന്താ നിങ്ങളുടെ പ്രതീക്ഷ? വയസ്സാവുമ്പോൾ ഇന്നൊന്ന് നോക്കണല്ലേ? ഇല്ലേ? നിങ്ങൾ മാത്രം, മനുഷ്യനെന്ന ജീവി മാത്രമാണ് മക്കളിൽ പ്രതീക്ഷ. അതുകൊണ്ട്
മരണം വരെ നമ്മൾ പ്രതീക്ഷിക്കും. മക്കളിൽ മരിച്ചാലും പ്രതീക്ഷിക്കും. അതാ ഞാൻ പറഞ്ഞത്, മക്കളെ മരിച്ചാലും പോറ്റുന്ന ജീവികൾ മുസ്ലിങ്ങളാണ്. ഇതാ മാത്തൽ ഇൻസാന ഇൻ കഥ അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരിച്ചാൽ ഇൻ കഥ അമലുഹു, എല്ലാ അമലുകളും നിന്നു പോകും. സ്റ്റോപ്പ്ഡ് എവറിത്തിങ്. മനുഷ്യൻ മരിച്ചാലേ, നല്ല ഇന്നോവ കാറ് സെറാമിക് പോളീസൊക്കെ ചെയ്തു വെച്ച കാറാ, പക്ഷേ സുബൈക്ക് വിളിച്ചപ്പം ആൾ ഉണർന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇന്നോവ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മറ്റൊരുത്തൻ കയറിയിരിക്കും. എല്ലാം അവസാനിക്കും. റസൂൽ ഇങ്ങനെ വിരലിൽ എണ്ണി കൊടുത്തു, ഇല്ലാ മിൻ സലാസ, 3 എണ്ണം ഒഴികെ. എന്നിട്ട് റസൂൽ എണ്ണി. 1 അസ്വദഖത്തുൽ ജാരിയ, ഉണ്ടോ? ഖബറിലേക്ക് കിനിഞ്ഞിറങ്ങും നിങ്ങളുടെ കൂലി. 2 എന്താ? വഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമാകുന്ന അറിവ്. 3ാമത് റസൂൽ എണ്ണി വലതുൻ സ്വാലിഹുൻ യദഉ ലഹു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. 3 റസൂൽ 3ാമത്തെ എണ്ണിയതാണ്. അപ്പോൾ മരിച്ചാലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മളെ കുട്ടി ഖബറിന്ന് പ്രതീക്ഷിക്കുക, നമ്മളെ കുട്ടി ഭൂമിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലേ? എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് മക്കൾ എന്ന് ഞാൻ ഈ പറഞ്ഞ 3 പോയിന്റിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി കാണും. ഈ മക്കൾ നന്നായാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുക? ഉമ്മക്കാണോ പാപ്പക്കാണോ? ഒന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. കുട്ടി നന്നായി, നല്ല മക്കളായി, ദീനുള്ള മക്കളായി, ഭൗതിക വിദ്യാഭ്യാസം നേടി, നല്ല ജോലി കിട്ടി, സാമ്പത്തികമായിട്ട് നല്ല ജോലി കിട്ടി, അടിപൊളി മോളായി നമ്മുടെ കുട്ടി, നമ്മുടെ മക്കൾ നന്നായാൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുക ഉമ്മക്കാണോ ബാപ്പക്കാണോ? ഉണ്ടാക്കും കിട്ടുമോ? ഞാൻ കൂടുതൽ എന്നാ ചോദിച്ചത്. ഉപ്പക്ക് കിട്ടുമോ? അല്ല ഉമ്മക്ക് കിട്ടുമോ? ആർക്കാ കിട്ടുക? ഉമ്മക്ക് അല്ലേ? ശരി. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു നാട്ടുമ്പുറമാണല്ലോ. ഇവിടെയൊക്കെ ഒരു കാര്യമുണ്ട്. നമ്മൾ വിരുന്നിന് പോകും. നിങ്ങളൊക്കെ വിരുന്നിന് പോകല്ലേ? ഇപ്പോൾ അമ്മായിൻ്റെ വീട്ടിലൊക്കെ മൂത്തമ്മൻ്റെ വീട്ടിലൊക്കെ പോകും. ഈ വിരുന്നിന് പോകുമ്പോൾ ഭർത്താവിൻ്റെ സ്കൂട്ടറിൻ്റെ ബാക്കിലോ കാറിലോ കയറുമ്പോൾ മുതൽ ബാക്കിലുള്ള ഭാര്യ ചൊറിയാൻ തുടങ്ങും. എന്തിനാ ചൊറിയണത്? നമുക്ക് അമ്മായിൻ്റെ വീട്ടിലേക്കാണ് പോണേ, വെറും കൈയോടെ പോകാൻ പറ്റൂല അല്ലേ? അപ്പോൾ എന്താ വേണ്ടിയേ നിങ്ങൾക്ക്? എന്താ വേണ്ടിയേ? എന്തെങ്കിലും ഇത്തിരി ബേക്കറിയോ ഫ്രൂട്ട്സോ ഒക്കെ വാങ്ങണം. ഭർത്താവിനെങ്ങനെ ചൊറിയും. മൂപ്പർ ഏതെങ്കിലും ഒരു ബേക്കറിൻ്റെ മുമ്പിൽ നിർത്തും. ബേക്കറിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി 2 ആളും ബേക്കറി കണ്ട് കയറുമ്പോൾ ഭാര്യ പറയും ബേക്കറിക്കാരനോട് 1 കിലോ കായ വറുത്ത്. ബാക്കിന്ന് ഭർത്താവ് പറയും 1/2 കിലോ മതി. അപ്പോൾ ബേക്കറിയിൽ നിന്ന് കച്ചറ ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ച് 30 മുണ്ടൂല. കിട്ടി 1/2 കിലോ വാങ്ങും. കുറച്ച് കഴിഞ്ഞപ്പോൾ 2ാമത്തെ സാധനം ഇനി എന്തെങ്കിലും വേണോ ചോദിക്കും ബേക്കറിക്കാരൻ. അയാൾക്കായി ചോദിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടൂല. ബേക്കറിയുള്ള മൊത്തം സാധനങ്ങൾ വാങ്ങിക്കൊന്നാലും ആളെ ചോദിക്കും ഇനി എന്തെങ്കിലും വേണോന്ന്. ഇനി അയാളും കൂടി വാങ്ങാൻ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ? ബേക്കറിക്കാരൻ ചോദിക്കും ഇനി എന്തെങ്കിലും വേണോന്ന്. അപ്പോൾ ഉമ്മ പറയും 1 കിലോ കേക്ക് നീക്കി ആ കപ്പിലുള്ള. ബാക്കിൽ നിന്ന് ഭർത്താവ് പറയും 1/2 മതി. അങ്ങനെ കിട്ടിയതും വാങ്ങി അമ്മായിൻ്റെ വീട്ടിൽ വിരുന്നിന് പോയി ആ പലഹാരമൊക്കെ കൊടുത്ത് പോരും അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ അല്ലേ? മക്കളൊക്കെ വലുതായി, നല്ല മക്കളായി, സാമ്പത്തികമായിട്ട് ഉയർന്നു. ഈ മക്കളെ കൂട്ടി നിങ്ങളുടെ മൂത്ത മകനെ കൂട്ടിയിട്ട് നിങ്ങൾ അമ്മായിൻ്റെ വീട്ടിൽ പോകാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. മൂത്ത മോനാണ് ഞങ്ങളെ കൂടെ ഉള്ളത്, ഭർത്താവില്ല. മൂത്ത മോനെയും കൂട്ടി ഞങ്ങൾ ഇപ്പം അമ്മായിൻ്റെ വീട്ടിൽ പോണത്. അവനോട് ഉമ്മ പറയും മോനെ അമ്മായിൻ്റെ അടുത്തേക്കാണ് പോണത്, ഒരു കൈയോടെ പോകാൻ പറ്റില്ല. ഒറ്റ പറച്ചിൽ പറഞ്ഞാൽ മതി, ഏറ്റവും നല്ല ബേക്കറിൻ്റെ മുമ്പിൽ അവൻ വണ്ടി നിർത്തും നിർത്തൂലേ? എന്നിട്ട് ബേക്കറിക്ക് കയറിയിട്ട് ഉമ്മ ബാപ്പാൻ്റെ കൂടെ ജീവിച്ച് 1 കിലോ എന്ന് പറയാൻ മറന്നുപോയി ഉണ്ടാവും. ചിലപ്പോൾ ബേക്കറിയിലൊക്കെ വന്ന് പെണ്ണുങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് കേൾക്കാം 2/2 കിലോ കായ വറുത്ത്. 2 കൂടി എത്രയായി? എന്നാലും 1 കിലോ അറിയില്ല. കാരണം പേടിച്ചിട്ടാ, ഭർത്താവ് സമ്മതിക്കില്ല. മൂപ്പർ ആരാന്നേ പറഞ്ഞാൽ പഠിപ്പിച്ച്. ആ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച ഉമ്മ മോനെ കൂട്ടി പോകുമ്പോഴും പറയും 1/2 കിലോ കായ വറുത്ത്. ബാക്കിൽ നിന്ന് മോൻ ചോദിക്കും എന്താ അമ്മ 1/2 കിലോ ഒക്കെ കൊണ്ട് അമ്മായിൻ്റെ അടുത്തൊക്കെ പോണ്, 1 കിലോ വാങ്ങിക്കോളി ഇന്ന്. നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ? മക്കൾ നന്നായപ്പോൾ ആർക്കാ ഗുണം കിട്ടി? ആർക്കാ? ഞങ്ങൾ ബാപ്പാർക്ക് വലിയ ഗുണമൊന്നും കിട്ടൂല. അങ്ങനെ കണ്ട് സന്തോഷിക്കുന്നതിന് അപ്പുറത്തൊന്നും ഉണ്ടല്ലോ. മക്കൾ എപ്പോഴും സ്നേഹിക്കും അമ്മനെയാണ്, ബാപ്പാനല്ല. ഉണ്ടോ? ബാപ്പാക്കല്ലേ എന്താ കിട്ടുക? ഭൗതികമായിട്ട് കൂട്ടി നോക്കി നിങ്ങൾ എന്താ കിട്ടുക? ഒരു ഉമ്മയും മോനും തമ്മിൽ വീട്ടിലൊരു ദിവസം പ്രശ്നം. ഉമ്മയും മോനും തമ്മിൽ ഇങ്ങനെ പ്രശ്നം നടക്കുകയാണ്. പ്രശ്നം എന്താണെന്നറിയോ? ഗൾഫിലുള്ള മോനാണ്.
ഗൾഫിലുള്ള മോനും ഉമ്മയും തമ്മിലാണ് പ്രശ്നം നടക്കുന്നത്. പ്രശ്നം എന്താണെന്നറിയോ? ഉമ്മ പറഞ്ഞു നീ 8ാമത്തെ ലീവിനാണ് ഇപ്പം വരുന്നതെന്ന്. മോൻ പറഞ്ഞു 7ാമത്തെ ലീവാണ്. ഉമ്മ എനിക്കറിയില്ലേ, ഞാനല്ലേ ലീവിന് വരಲಿ, 7 പ്രാവശ്യം ഞാൻ ലീവിന് വന്നിട്ടുള്ളൂ. ഉമ്മ പറഞ്ഞു എല്ലടാ 8ആയി. ഞാൻ ഉമ്മല്ല, എനിക്കറിയില്ലേ, ഇബിലമ്മിൽ ഇങ്ങനെ കച്ചറ. 7ആയി 8ആയി 7ആയി 8ആയി. ബാപ്പ അത് കേട്ടുകൊണ്ടാ നിസ്കാരം കഴിഞ്ഞ് വന്ന് ബാപ്പ ചോദിച്ചു എന്താ ഇവിടെ ഒരു കച്ചറ. അപ്പം മോൻ പറഞ്ഞു ബാപ്പ ഞാൻ 7 പ്രാവശ്യമാണ് ലീവിന് വന്ന്. ഉമ്മ ഒരു 8ആയിരുന്നു. അപ്പം ഉമ്മ പറഞ്ഞ് 8 പ്രാവശ്യം വന്നിട്ട് അവന് മറന്നതാണ്, കച്ചറായി. ബാപ്പ പറഞ്ഞു നിങ്ങളൊരു 5 മിനിറ്റ് ഉണ്ടാക്കി എത്ര പ്രാവശ്യം ലീവിന് വന്നു ഞാനിപ്പോൾ പറഞ്ഞുതരാം. ബാപ്പ നേരെ ബെഡ്റൂമിൽ പോയി അളമാറ തുറന്നു. ബാപ്പാൻ്റെ ടോർച്ച് എണ്ണി 8 ടോർച്ചുണ്ട്. 8 ടോർച്ചും ബാപ്പ എണ്ണിയാണ്ട് എന്ന് പറഞ്ഞു 8 അതിനടാണ്. അപ്പം മോൻ പറഞ്ഞു 7ആണ്. ഉണ്ടാക്കുക 8 ടോർച്ചിന് എൻ്റെ അടുത്ത്. അപ്പോൾ ഓരോ വരുത്തിനും ബാപ്പാക്കോ കൊടുത്ത എന്താ ടോർച്ച്, വേറെ എന്താ കൊടുക്കുക ടോർച്ച് അങ്ങനെ കൊടുത്തിട്ട് കത്തിക്കലൊന്നുമില്ല, അവിടെ ഒക്കെ മോണ്ടൊന്നുമില്ലേ. അപ്പം അൾമാറയിൽ 8 ടോർച്ചുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരണം കേട്ടോ, മറക്കരുത്. നമ്മളെ നാട്ടിലൊക്കെ കറണ്ട് പൊളിച്ചു വന്നൊന്നും ഇപ്പോഴും പോലെ അറിഞ്ഞില്ല, ടോർച്ച് ഇങ്ങനെ വാപ്പ കൊണ്ട് കൊടുക്കണം അല്ലേ. ഉമ്മക്കോ കല്യാണം കഴിക്കാത്ത മോൻ വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്ന് പെട്ടി പൊളിക്കുമ്പോൾ 1 കിലോ പിസ്ത ആരെ കഴിക്കാൻ കൊടുക്കുക? കല്യാണം കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ 2.5 കിലോ കൊണ്ടുവരില്ലേ, അടിയോ അല്ലേ, ആരെ കഴിക്കാൻ കൊടുക്കുക? എല്ലാം ഉമ്മക്ക്. ഉമ്മയാണ്. ഒരു മകൾ നന്നായാൽ അതിൻ്റെ അനുഭൂതി ഏറ്റവും കൂടുതൽ അനുഭവിക്കുക ഉമ്മയാണ്. നിങ്ങൾ പോറ്റാൻ കഷ്ടപ്പെട്ടു മെനക്കെട്ടെങ്കിൽ പോലും അതിൻ്റെ ഗുണം കിട്ടുക നിങ്ങൾക്കാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിനെങ്കിലും നിങ്ങൾ ഉത്തരം പറയുമെന്ന് വിചാരിക്കുക. മക്കൾ കേടുവന്നാൽ, മക്കൾ പ്രശ്നക്കാരായാൽ ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കേണ്ടി വരിക ആരാണ്? ഉപ്പയാണോ ഉമ്മയാണോ? അതിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഗുണം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ചെറിയൊരു സംശയം ബാപ്പക്ക് കിട്ടിപ്പോകുന്നുണ്ട് ഇനിയില്ലേ. പക്ഷെ കണ്ണീരൊഴുക്കാൻ ഉമ്മയേ ഉണ്ടാവുള്ളൂ. മക്കൾ നന്നായേ പറ്റൂ, അല്ലെങ്കിൽ നഷ്ടമാവുക ജീവിതമാണ് എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയമുള്ള രക്ഷിതാക്കൾ ഓർക്കണം. ഞാൻ ചുരുക്കാണ്, സമയം കുറവായതുകൊണ്ട് ഞാൻ ചുരുക്കാണ്. നന്നായേ പറ്റൂ. എൻ്റെ മുമ്പിൽ 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് രക്ഷിതാക്കൾ കൗൺസിലിങ്ങിന് വരികയാണ്. 19 വയസ്സുണ്ട് ആ പെൺകുട്ടിക്ക്. അതിനെയും കൊണ്ട് കൗൺസിലിങ്ങിന് വരിക. റൂമിലേക്ക് കയറി ബാപ്പയും ഉമ്മയും. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? ബാപ്പയും ഉമ്മയും പറഞ്ഞു സാറേ മോളാണ്, മൂത്ത മോളാണ്, ഞങ്ങൾക്ക് 3 മക്കളാണ്, ഒരു പെണ്ണും 2 ആണും, ഇത് മൂത്ത മോളാണ്. ഞാൻ ചോദിച്ചു ഇവർക്ക് എന്ത് പറ്റി? അവൾ SLCക്ക് മുഴുവൻ A+, മിടുക്കി പെണ്ണാണ്, +2നും A+, അടിപൊളി. ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ? ഇപ്പോൾ ഡിഗ്രി 2nd ഇയറിനാണ് സാറേ പഠിക്കുന്നത്. എന്നിട്ടോ അവൾക്കൊരു പ്രേമം, ഉപ്പാക്ക് കെട്ടിച്ചൊരുക്കാൻ പറ്റാത്തൊരു പ്രേമം. ആ പെണ്ണ് ആ പ്രേമത്തിൽ പിടിച്ചു നിൽക്കാണ് അതിശക്തമായി. ബാപ്പ ആ പെൺകുട്ടിയോട് കുറേ സംസാരിച്ചു. ഞാൻ ചുരുക്കി പറയാം, എല്ലാം പറഞ്ഞിട്ട് അവസാനം ആ പെൺകുട്ടി പറഞ്ഞു ബാപ്പ ഓനല്ലാതെ ഞാൻ വേറെ ആളെ കിട്ടൂല. ബാപ്പ പറഞ്ഞു ഇറങ്ങിപ്പോയിക്കോ. അപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോവില്ല, കാരണം എന്താ, എനിക്ക് ഈ പുരയിൽ അവകാശമുണ്ട്, എൻ്റെ അവകാശമൊക്കെ കിട്ടിയാലേ ഞാൻ പോവുള്ളൂ. ഈ പെണ്ണൊരു ശല്യമായിട്ട് മാറുകയാണ്. നോക്കണം, ആ 19-കാരിയെ കൊണ്ട് ബാപ്പയും ഉമ്മയും എന്നെ കാണാൻ വരിക. ഞാൻ ആ 19-കാരി പെണ്ണിനോട് 2 മണിക്കൂർ സംസാരിച്ചു. 2 മണിക്കൂർ എല്ലാം സംസാരിച്ചു. 2 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞ് എൻ്റെ കസേരയിലേക്കൊന്ന് ചാഞ്ഞിരുന്ന് ഞാൻ ആ കുട്ടീൻ്റെ മുഖത്തൊക്കെ ചോദിച്ചു മോളെ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോ? ഞാൻ ചോദിച്ചു. ചിരിച്ചുകൊണ്ടാ ചോദിച്ചു. ആ കുട്ടി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ ചോദിച്ചു എന്ത്? നിങ്ങളെ വെറുപ്പിക്കൽ 2 മണിക്കൂറായി എന്നെ വെറുപ്പിക്കുന്നു, നിങ്ങളെ വെറുപ്പിക്കൽ കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പോട്ടെ. ഓ അവ കുട്ടി പോയി. ഇപ്പോൾ എനിക്ക് നഷ്ടമായത് 2 മണിക്കൂർ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വന്നത് 2 മണിക്കൂറാണ്. പോട്ടെ, 2 മണിക്കൂറല്ലേ, പോട്ടെ. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രസവിച്ച എൻ്റെ പ്രിയമുള്ള ഉമ്മ ചിന്തിക്കണം, എനിക്ക് നഷ്ടം 2 മണിക്കൂറാണ്. അത് വിട്ടുകളാ, പോട്ടെ. പക്ഷേ ആ ഉമ്മക്ക് നഷ്ടം 19 കൊല്ലാണ്. 19 കൊല്ലം. ഏത് 19 കൊല്ലം? ഏറ്റവും സുന്ദരിയായിരുന്ന 19 കൊല്ലം, ആരോഗ്യമുണ്ടായിരുന്ന 19 കൊല്ലം, നിങ്ങളെ ചെറുപ്പകാലം. ഈ 19 കൊല്ലത്തെ നിങ്ങളെ ചെറുപ്പം
നിങ്ങൾ കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ് ആ 19 വയസ്സുള്ള കുട്ടി. ആ ഉമ്മ ഈ കുട്ടിയെ പ്രസവിച്ചത് 19ാമത്തെ വയസ്സിലാണ്. ഇപ്പോൾ 19 കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാലോ, 38 വയസ്സിൻ്റെ അമ്മക്ക് ചെറുപ്പം വിട്ടിട്ടില്ല. ആ ഉമ്മ കണ്ണീരൊഴുക്കാണ്. എൻ്റെ ജീവിതത്തിലെ 19 കൊല്ലം വേസ്റ്റാണ്. നിങ്ങൾ ഓർക്കണം, ഈ സ്കൂളിലെ കുട്ടികളും നിങ്ങളിങ്ങനെ പോറ്റി വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ ഇതൊരു നഷ്ടക്കച്ചവടമാവരുത്. അവസാനം 19ാമത്തെ വയസ്സിൽ ഏതോ ഒരു ചെറുക്കനും കണ്ട് അവൾ പോയി, നമ്മുടെ കുട്ടി ഒരു മയക്കുമരുന്ന് കേസിൽപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ഏറ്റവും യുവത്വം തുടിച്ച 19ഉം 20ഉം കൊല്ലാണ്. നിങ്ങൾ ഓർക്കണം, നഷ്ടമില്ലാത്ത ഒരു കച്ചവടമായി ഈ മക്കളെ പോറ്റുന്നത് മാറണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പരത്തി പറയില്ല, കുട്ടികളൊക്കെ ചോറുന്ന് കഴിഞ്ഞ് ഇനി പോരിങ്ങനെ വരാൻ തുടങ്ങും. പള്ളറിഞ്ഞാൽ പിന്നെ കുട്ടിയൊക്കെ എനർജി കൂടും. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കാം, പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു പെണ്ണ്, പ്രസവിച്ച പെണ്ണ്, ബാപ്പ, ഭർത്താവ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഈ മക്കളെ വളർത്തലാണ്. നിങ്ങളുടെ വീടും പറമ്പും തൊടിയും ഒന്നുമല്ല പ്രശ്നം, ഈ കുട്ടി നന്നാവലാണ്, കുട്ടിയെ വളർത്തലാണ്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു ടെൻഷനും അടിച്ച് നിങ്ങൾ കഴിയേണ്ടി വരും. എത്ര സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടും കാര്യമില്ല. മക്കളൊരു ഭീഷണിയായാൽ, എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, ജീവിതം ഒരു രസം ഉണ്ടാവില്ല. ഗൾഫിൽ പോയി 24ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച മനുഷ്യൻ 26ാമത്തെ വയസ്സിൽ ഗൾഫിൽ പോയി. ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, കൂലിപ്പണിക്കാ പോയത്. അയാൾ ഗൾഫിൽ പോയിട്ട് പണിയെടുത്ത് ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത് അയാൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. കയ്യിൽ കിട്ടുന്നതിൽ ചെറിയൊരു പണം, ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം, അവിടെ കുറി വെക്കും. കുറി അയാൾ കിട്ടുന്നതിൽ നിന്ന് ചെറിയ ഒരു 100 റിയാലോ 200 റിയാലോ ഒക്കെ വെച്ച് ഒരു കുറി വെച്ച്, അങ്ങനെ കുറേ കാലം 5-8 കൊല്ലം ജോലി ചെയ്തപ്പോൾ ഈ കുറി ഒരു വലിയ സംഖ്യയായിട്ട് മാറി. കുറി കിട്ടിയപ്പോൾ തന്നെ ഗൾഫിൽ കൊണ്ടുപോയ സുഹൃത്തിനെ വിളിച്ചിട്ട് ഈ മനുഷ്യൻ ചോദിച്ചു, എനിക്ക് കുറച്ച് കുറി കിട്ടിയാണ്, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലോ? അങ്ങനെ സൗദി അറേബ്യയിൽ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ജ്യൂസും ബർഗറും കോഫിയും ചായയും ഒക്കെ കിട്ടുന്ന ചെറിയൊരു ഷോപ്പ് ഈ 2 ആൾക്കാർ ചേർന്ന് തുടങ്ങി. അങ്ങനെ ആ ഷോപ്പ് അങ്ങ് വിജയിച്ചു. ഒരു ഷോപ്പ് 2ആയി, 2 ഷോപ്പ് 4ആയി, 8ആയി, 16ആയി. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരു പ്രത്യേക പേരിൽ ഇവരുടെ ഷോപ്പുകൾ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. ഈ മനുഷ്യൻ, കൂലിപ്പണിയെടുത്ത മനുഷ്യൻ വലിയ പണക്കാരനായി. അയാൾ പൈസ ഒക്കെ ഉണ്ടാക്കി. നാട്ടിൽ 25 സെൻറ്റ് സ്ഥലം വാങ്ങി ആ മനുഷ്യൻ. ഗൾഫിൽ പോയിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് പണമുണ്ടായപ്പോൾ 25 സെൻറ്റ് സ്ഥലം വാങ്ങി നാട്ടിൽ. എന്നിട്ട് അവിടെ 5 ബെഡ്റൂമുള്ള ഏറ്റവും മനോഹരമായ ഒരു വീടുണ്ടാക്കി. വീടിൻ്റെ മുറ്റത്ത് പൂന്തോട്ടം, ഇൻ്റർലോക്ക് ചെയ്ത മുറ്റം, അകത്ത് ഇറ്റാലിയൻ മാർബിളിൻ്റെ പളപളപ്പ്, തലക്ക് മുകളിൽ LED ബൾബുകൾ മിന്നിത്തിളങ്ങുക. അടിപൊളി വീട്. വീടിൻ്റെ പോർച്ചിൽ ഒരു ഇന്നോവ കാറ്, എല്ലാം ഒരുക്കി വെച്ചു ഈ മനുഷ്യൻ. എവറിത്തിങ്. ഗൾഫിൽ പോയി ഏകദേശം ഒരു 10-15 കൊല്ലം കൊണ്ട് അയാൾ അത്യാവശ്യം ഒരു പൈസക്കാരനായിട്ട് മാറി. ഗൾഫിൽ പോയപ്പോൾ അയാൾക്ക് 3 മക്കളാണ്. മൂത്ത കുട്ടി ആണ്, 2ാമത്തതും 3ാമത്തതും പെൺകുട്ടിയാണ്. അയാൾ ഗൾഫിലൊക്കെ ചെന്ന് പൈസ ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായി. ഇപ്പം സുഖ. 6 മാസം അയാൾ നാട്ടിൽ നിൽക്കും, 6 മാസം അയാൾ ഗൾഫിലുണ്ടാവും. അയാൾ ഗൾഫിലുള്ളപ്പോൾ പാർട്ട്ണർ നാട്ടിലുണ്ടാവും, പാർട്ട്ണർ ഗൾഫിൽ വരുമ്പോൾ അയാൾ നാട്ടിലേക്ക് വരും. എന്ത് സുഖമായ ജീവിതം. ഒരു ദിവസം ഈ വീട്ടിലിപ്പോൾ ഏറ്റവും സൗകര്യമുണ്ട്. 5 ബെഡ്റൂമുകളിൽ 3 AC. ഈ ഉമ്മാക്ക് 3 മക്കളാണ്. ഞാൻ എന്തിനെന്ത് പറഞ്ഞെന്നറിയോ? നിങ്ങൾ മക്കളുടെ ഗൗരവം മനസ്സിലാക്കാനാണ്. 3 മക്കളാണ്. ഈ 3 മക്കളിൽ മൂത്തവൻ +2 പഠിക്കുകയാണ്, 18 വയസ്സ് തികഞ്ഞിട്ടില്ല. 2ാമത്തെ കുട്ടി 9 പഠിക്കുകയാണ്, പെൺകുട്ടിയാണ്. 3ാമത്തത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ആ വീട് എല്ലാ സൗകര്യമുണ്ട്, ഭക്ഷണമുണ്ട്, സാധനമുണ്ട്, എല്ലാം ഉണ്ട്, സന്തോഷത്തിൽ പോവാണ്. ഒരു ദിവസം സ്കൂളും മദ്രസയൊന്നും ഇല്ലാത്ത ദിവസം ഒരു 9:30 മണിയൊക്കെ ആയപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയുടെ ഉറക്ക കരച്ചിൽ കേട്ടാണ് ഉമ്മ ഓടി വന്നത്. ബാത്റൂമിൻ്റെ അടുത്ത് നിന്ന് കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് ഉമ്മ ആ കുട്ടീൻ്റെ അടുത്ത് വന്ന് കുട്ടീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, പേടിക്കണ്ട, ഈ കുട്ടിക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്, 8 കാലിൻ്റെ പേടിയാണ്. ഈ പെണ്ണുങ്ങൾക്ക് 8 കാലിന് പേടി ഉണ്ടാവുമല്ലോ. 8 കാലിന് പേടിയിലൊന്ന് കൈപൊക്കിയാൽ കാണട്ടെ. കുറച്ച് ആൾക്കാരല്ല ഇനി ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എന്താ പല്ലിയാ പേടി? പല്ലിനെ
എട്ടുകാലിനെ പേടിയുള്ള പെണ്ണ. ഈ ബാത്റൂമിലൊരു പ്രശ്നമുണ്ട്, വലിയൊരു എട്ടുകാലി വരും. എട്ടുകാലിനെ പേടിയുള്ളതൊക്കെ ചെറുതിനെ കണ്ട ചെറിയ പേടി, വലുതിനെ കണ്ട വലിയ പേടി ഉണ്ടാകും. അപ്പോൾ വലിയൊരു എട്ടുകാലി ഇതിന് മുമ്പ് ബാത്റൂമിൽ വന്നിട്ടുണ്ട്. അന്ന് ഈ കുട്ടി ശ്വാസം കിട്ടാതെ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉമ്മക്കറിയാം എട്ടുകാലിനെ ഭയങ്കര പേടിയാണ് ഈ കുട്ടിക്ക്. ബാത്റൂമിൽ നിന്ന് കുളിക്കാൻ കയറിയിട്ട് ഇറങ്ങി താഴെ പുറത്തു നിന്ന് കരയുന്ന കുട്ടിയെ കണ്ട് ഉമ്മ ചേർത്ത് നിർത്തിയിട്ട് കുട്ടിയോട് ഉമ്മ ഇങ്ങനെ പറയാ, സാരല്ല വിട്ടുകളാ പോട്ടെ, ഒരു എട്ടുകാലിയല്ലേ മോളെ, എട്ടുകാലിയല്ലേ. പക്ഷെ കുട്ടിൻ്റെ ഏങ്ങലടങ്ങുന്നില്ല. ഉമ്മ കുട്ടിയെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുപോയി ഇരുത്തി ഉമ്മാൻ്റെ മേലേക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ച് ഇങ്ങനെ തട്ടി 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 ആശ്വസിപ്പിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ഒന്ന് കൂളായി. അപ്പോൾ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താ മോളെ എട്ടുകാലിയല്ലേ. അപ്പോൾ ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയിട്ട് രണ്ട് ചുമലിലും ഇങ്ങനെ പിടിച്ച് മുഖത്ത് നോക്കിയിട്ട് കുട്ടി പറഞ്ഞു, ഉമ്മ എന്നെ പേടിപ്പിച്ചത് എട്ടുകാലിയല്ല. ഉമ്മ ചോദിച്ചു, പിന്നെ രണ്ട് കാലിയാണ്. അപ്പോഴാണ് ഉമ്മ ചോദിച്ചു, രണ്ട് കാലിയോ? കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി വസ്ത്രമൊക്കെ അഴിച്ച് കുളിക്കാൻ തുടങ്ങുമ്പോഴാണ് എന്തോ എടുക്കാൻ മറന്നത്. ഈ പെൺകുട്ടിയൊക്കെ കുളിക്കാൻ കുറേ സാധനം വേണമല്ലോ, ഈ സോപ്പ് ചീപ്പ് സാധനങ്ങൾ, മുടി ഇങ്ങനെ ക്ലിപ്പൊക്കെ വേണമല്ലോ പെൺകുട്ടിയൊക്കെ കുളിക്കാൻ. ആൺകുട്ടിയൊക്കെ കുളിക്കാൻ വെള്ളം കൂടി വേണ്ട, ഡ്രൈ വാഷാ. അപ്പോൾ പെൺകുട്ടിയൊക്കെ കുളിക്കാൻ അതൊക്കെ വേണമല്ലോ. ഈ സാധനം എന്തോ എടുക്കാൻ മറന്നപ്പോൾ അഴിച്ചു വെച്ച ഡ്രസ്സ് മുകളിൽ എടുത്തിട്ട് ഈ പെൺകുട്ടി വാതിൽ തുറന്നപ്പം കാണുന്ന കാഴ്ച, +2 പഠിക്കുന്ന സ്വന്തം കാക്ക ഏട്ടൻ വാതിലിൻ്റെ ഇടയിലൂടെ ഈ പെൺകുട്ടി കുളിക്കണത് നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട കുട്ടി കരഞ്ഞത്. ഇത് കേട്ടതും ഇപ്പോൾ ശ്വാസം നിലച്ചു പോയത് ഉമ്മാക്കാണ്. ഏറെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ 19 കൊല്ലമായിട്ട് ആ മോനെ പ്രസവിച്ച് 17 കൊല്ലം ഇങ്ങനെ പോറ്റി വന്ന ഉമ്മ ആകെ സ്റ്റക്കായി, പ്രശ്നമായി. ഈ കുട്ടി പറഞ്ഞു, ഉമ്മ എനിക്ക് പേടിയാണ് ഇവിടെ നിൽക്കാൻ. വാപ്പാനെ, ഗൾഫിലുള്ള വാപ്പാനെ ഉമ്മ വിളിച്ചു വരുത്തിയിട്ട് ആ ചെറുക്കനെയും പെൺകുട്ടിനെയും ഒക്കെ കൊണ്ടിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരിക. രണ്ട് കൈയും ഇങ്ങനെ വെച്ചിട്ട് ആ ചെക്കനോട് പറയാണ്, സാറേ പറ്റിപ്പോയി, ഞാൻ ഇനി ചെയ്യൂല, ഉറപ്പാണ് ആ ചെക്കൻ ഇനി ചെയ്യൂല, എനിക്കുറപ്പാണ്, കാരണം ഓനായി പെട്ട് ചെയ്യില്ല. പക്ഷേ ഈ മകനെ ഉമ്മ ഇനി ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കില്ല. ഈ ആങ്ങളയെ പെങ്ങള് മക്കത്തെ ഇമാമായാൽ പോലും ആങ്ങളയെ അവൾ വിശ്വസിക്കില്ല. ആ കുടുംബത്തിൻ്റെ കഥ ആലോചിച്ച് നോക്കി നിങ്ങൾ, ആ ഉമ്മാൻ്റെ മനസ്സാലോചിച്ച് നോക്കി നിങ്ങൾ. ബാപ്പ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സാർ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു, സാറല്ല, തെറ്റ് പറ്റിയതാണ് അവന്, ഒക്കെ നമുക്ക് ശരിയാക്കാം. ഉമ്മാനെ ഞാൻ അകത്തേക്ക് വിളിച്ചു. ഒരു വികാരം മുഖത്തില്ലാത്തൊരു ഉമ്മ, എല്ലാം വറ്റിപ്പോയിരിക്കുന്നു. ആ ഉമ്മാനോട് ചോദിച്ചു, എന്താ നമ്മൾ ചെയ്യുക? ഉമ്മ ഒരൊറ്റ വാക്കേ എന്നോട് പറഞ്ഞുള്ളൂ. എന്താണെന്നറിയോ? അവനിനി എൻ്റെ വീട്ടിലുണ്ടാവരുത്, അവൻ എൻ്റെ വീട്ടിലുണ്ടാവരുത്. ഒറ്റ വാക്ക്. ഞാൻ ചോദിച്ചു, അവൻ എന്ത് ചെയ്യും? എന്ത് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ 2 പെൺകുട്ടികളും ഞാനുള്ള വീടാ, അവിടെ ഇനി എൻ്റെ ഏറ്റവും പ്രതീക്ഷയോടെ ആഗ്രഹിച്ചുണ്ടായ എൻ്റെ മൂത്ത മകനുണ്ടാവരുത്. നിങ്ങൾ നോക്കി അമ്മൻ്റെ മനസ്സെന്താന്ന്, ആ വീടിൻ്റെ അവസ്ഥ എന്താന്ന്. ചെറിയൊരു തെറ്റ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീടിൻ്റെ സന്തുലിതാവസ്ഥയെ തകർത്ത് കളയും. അവിടെയാണ് ഈ മക്കളെ പോറ്റാനുള്ള വലിയ ഒരു തന്ത്രം നിങ്ങൾ മെനഞ്ഞെടുക്കേണ്ടത്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിശക്കില്ല നിങ്ങൾക്ക്? ഇല്ല, നിനക്കെന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മക്കളെ പോറ്റുമ്പോൾ ഞാൻ ചുരുക്കാണ്, നിർത്തുകയാണ്, ഭക്ഷണം കഴിക്കാണ്ട് 2 കാര്യങ്ങൾ മക്കൾക്ക് കൊടുക്കണം, 3 കാര്യങ്ങൾ നിയന്ത്രിക്കണം, 3 കാര്യങ്ങൾ അരുത്. 2 കാര്യങ്ങൾ കൊടുക്കണം, 3 കാര്യങ്ങൾ നിയന്ത്രിക്കണം, 3 കാര്യങ്ങൾ അരുത്. അത്രയായ നിങ്ങളെ കുട്ടി നന്നാവും. എന്താ കൊടുക്കേണ്ടത്? 2 ചോറ്, ചൊല്ല്. 2 കൊടുക്കണം. ചോറ് കൊടുക്കണം, ചൊല്ല് കൊടുക്കണം. ചോറ് മാത്രം കൊടുത്താൽ പോരാ, ചൊല്ല് കൊടുക്കണം, ചൊല്ലിക്കൊടുക്കണം. ഉണ്ടോ? അതിൻ്റെ പേരാണ് തർബിയത്ത് എന്ന്. ഇത് മക്കൾക്ക് കൊടുക്കേണ്ട സാധനം. എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരികളായ ഉമ്മ മറന്നു പോകുന്ന പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ പേരാണ് ഈ ചൊല്ല്. ചോറ് ഇഷ്ടം പോലെയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചോറില്ല, പുരയിൽ കഞ്ഞിയൊക്കെ വെച്ചിട്ട് വറ്റ്
കെട്ടിയോനും ബാക്കിയുള്ള വറ്റ് കുട്ടിയേക്കും വെള്ളം മീൻ കുടിച്ചിട്ടാണ് കഴിഞ്ഞില്ലേ പണ്ടത്തെ കാലം. ഇപ്പം ചോറുകൊണ്ടൊരു കളിയാണ്. ചോറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. കാരണം മന്തിയാണോ നെയ്ച്ചോറാണോ ബിരിയാണിയാണോ ഇതൊക്കെ ചോദിക്കും. നോക്ക് നിങ്ങൾ, റേഷൻ പീടികയിൽ അരി ചോറ് വെച്ചാൽ തിന്നാൻ കഴിയാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ. കാരണം എന്താ, അത്രയും കിട്ടിപ്പോയി നമുക്ക്. പണ്ട് കാലത്തെ ഉമ്മ മക്കൾക്ക് ചോറ് കൊടുത്തു, കൂടെ ചൊല്ല് കൊടുത്തു അല്ലേ. അങ്ങനെ ഫോണൊന്നും ഇല്ലല്ലോ, വേറെ ഒന്നുമില്ല, തോണ്ടാൻ മക്കൾ മാത്രമേ ഉള്ളൂ അന്ന്. അമ്മക്ക് തോണ്ടാൻ മക്കളേ ഉള്ളൂ. നിങ്ങൾക്കോ വാട്സപ്പ് നോക്കണ്ടേ, എന്തൊക്കെ ഉണ്ട് അല്ലേ, ഗ്രൂപ്പില്ലേ. അപ്പോൾ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതിൻ്റെ കൂടെ ചൊല്ലിക്കൊടുക്കണം. ചോറ് കൊടുത്താൽ ചോറ് വയറ്റിലെത്തും. ചോറ് വയറ്റിൽ ഉണ്ടാങ്ങൾ. എന്നിട്ടോ കുട്ടിയുടെ തടി നന്നാവും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ചോറ് ശരീരത്തിൻ്റെ ഭക്ഷണമാണ്. ഒരിക്കലും ചോറ് കൊടുത്താൽ കുട്ടി നന്നാവില്ല. നന്നാവും തടി. അതിനിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ കുട്ടിക്ക്. അപ്പോൾ കുട്ടിക്ക് രണ്ടാമത് കൊടുക്കുന്ന സാധനം എന്താ? ചോറ് എങ്ങോട്ടാ പോവുക? വയറ്റിക്ക്. ചൊല്ലോ. കുട്ടി നന്നാവാൻ ചോറ് കൊടുത്താൽ പോരാ. ചോറ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുട്ടി നന്നാവാൻ ചൊല്ലിക്കൊടുക്കണം. ആര് യൂട്യൂബോ ഷോർട്സോ റീൽസോ അല്ല, ഉമ്മ ബാപ്പ. ഓക്കെ. പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ സകല നിഖില മേഖലകളെയും പരാമർശിച്ചുകൊണ്ട് കടന്നുപോയ ഖുർആനിൽ അധ്യായങ്ങൾ ഇഷ്ടം പോലെ. ഒരു അധ്യായത്തിൻ്റെ പേരാണ് സൂറത്ത് ലുക്മാൻ. ലുക്മാൻ എന്ന മഹാനായ മനുഷ്യൻ മക്കളെ പോറ്റിയത് സൂറത്ത് ലുക്മാനിൽ അള്ള ഇങ്ങനെ എഴുതി വെച്ചതാണ്. ഉണ്ടോ? അള്ള കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നത് എഴുതി വെച്ച ഖുർആൻ കയ്യിലുണ്ട്. നിങ്ങൾ വായിക്കാറുണ്ട് അല്ലേ? ആരാ പോറ്റിയത്? മഹാപണ്ഡിതനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരാ ലുക്മാൻ. അറേബ്യൻ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ രണ്ടു ഭാഗത്തും ആളുകൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിരുന്ന അല്പം ഉയരം കുറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ലുക്മാൻ. അദ്ദേഹം മകനെ പോറ്റിയത് ഖുർആൻ പറഞ്ഞു തരികയാണ്. ഇങ്ങനെ പോറ്റിയത് ഇങ്ങനെയല്ല. ലുക്മാൻ കുട്ടീനെ വിളിച്ചത് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അദീം. യാ ബുനയ്യ എന്ന വാക്കിൻ്റെ മലയാളം കുഞ്ഞുമോനെ എന്നാണ്. കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാ, ശിർക്ക് ചെയ്യല്ലേ. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ ദുൽമാണത്, അല്ല പൊറുക്കില്ല. പിന്നെയോ കഴിഞ്ഞില്ല. ലുക്മാൻ പറയാ മോനോട്, മോനെ അഹങ്കരിക്കരുത് നീ. കാരണം പർവ്വതത്തോളം വളരാൻ നിനക്കാവില്ല, ഭൂമിയെ പിളർത്താൻ കഴിയില്ല, നിസ്സാരനാണു നീ. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു കൊറോണ വൈറസിനെ പേടിച്ച് അടച്ചിട്ട് വീട്ടിലിരുന്ന സകല അങ്ങാടികളും പൂട്ടിക്കിട്ട നിസ്സാരനാണ് നീ. നമുക്കറിയാം അല്ലേ? ലുക്മാൻ പറഞ്ഞു കൊടുക്കുക, നിനക്ക് ഭൂമിയെ പിളർത്താനാവില്ല, നിനക്ക് മലയോളം ഉയരാനാവില്ല. മോനെ ശബ്ദമുയർത്തരുത്. ബാപ്പാക്ക് നേരെ, ഉമ്മാക്ക് നേരെ, അധ്യാപകർക്ക് നേരെ, മൂത്തവർക്ക് നേരെ ശബ്ദമുയർത്തരുത്. വൃത്തികെട്ട ശബ്ദം, കഴുതൻ്റെ ശബ്ദമാണ്, ഉയർത്തരുത്. നോക്കൂ, ലുക്മാൻ എന്ന മനുഷ്യൻ ചോറല്ല കൊടുത്തത്, ചൊല്ലാണ്. കൂടെ കൊടുത്ത സാധന ചോറ്. നമ്മൾ പളർച്ചും ചോറ്, ചൊല്ലില്ല. കുട്ടിക്ക് ബാക്കിയൊക്കെ മൊബൈല്, അതിൽ നോക്കിയിട്ട് ഷോർട്സും റീൽസും വൃത്തികേടുകളും കണ്ട് കുറേ സ്വതന്ത്ര ചിന്തയും വേണ്ടാത്തരങ്ങളും മനസ്സിലിട്ട് ആ കുട്ടീൻ്റെ തടി നന്നായി ഹൃദയം നശിച്ച് അവസാനം വലിയ ദുരന്തത്തിലെത്തിപ്പെടുന്ന കുടുംബങ്ങളാണ് നമ്മുടേത്. അതുകൊണ്ട് കുട്ടിക്ക് നിങ്ങളുടെ മടിയിലിരുന്ന് സാഗൂതം ഉമ്മാൻ്റെ മുഖത്ത് നോക്കുന്ന കുട്ടിയാണിത്. ആ കുട്ടിയുടെ സമയത്തെ നമ്മൾ മുതലെടുക്കണം. ഇപ്പോഴേ കുട്ടി മടിയിലിരിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ അമ്മൻ്റെ മടിയിരുന്ന തൊടയിൽ പൊട്ടിപ്പോവും. ഇപ്പോഴേ ഇരിക്കുകയുള്ളൂ കുട്ടി മടിയിൽ. ഇപ്പോഴേ നിങ്ങളെ മുഖത്ത് നോക്കുള്ളൂ. എൻ്റെ കുട്ടിക്ക് വേറെ ഏർപ്പാട് ഉത്തരവാദിത്വമൊന്നുമില്ല. നമുക്കൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉത്തരവാദിത്തങ്ങൾ. കുട്ടിയോ ഒരു ഉത്തരവാദിത്വമില്ല. നിങ്ങൾ പറഞ്ഞ കുട്ടി ഇങ്ങനെ കേൾക്കും. അതിങ്ങനെ മയത്തിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ കുട്ടിക്ക് പകർന്നു കൊടുത്താൽ നിങ്ങൾ ചിലവാക്കിയ 10, 20, 30 കൊല്ലം ലാഭം കൊയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിലോ ഒന്നും സംഭവിക്കില്ല. ഇതിങ്ങനെ പോകും. കുറേ ടെൻഷനും അടിച്ച് നമ്മളിങ്ങനെ ജീവിക്കേണ്ടി വരും അല്ലേ? തറവാട്ട് വീട്ടിൽ നിന്ന് വല്ലിപ്പയുടെ അളമാറയിൽ നിന്ന് 5000 രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഒരു ചെക്കൻ എൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഉമ്മാൻ്റെ മുഖത്തെ കരിവാളിപ്പ് ഞാൻ കാണുന്നതാ. ബാപ്പാൻ്റെ നെഞ്ചിലെ നെരിപ്പോട് ഞാൻ കാണുന്നതാ. കാരണം എന്താ? ആ ബാപ്പ
തിരിച്ചറിഞ്ഞു എൻ്റെ മോനൊരു കള്ളനായി മാറിക്കൊണ്ടിരിക്കുകയെന്ന്. ആ ഉമ്മ തിരിച്ചറിഞ്ഞു സ്വന്തം വീട്ടിനകത്ത് പോലും ഒരു കള്ളനുണ്ടാകുകയെന്ന്. നിങ്ങൾ ചിന്തിക്കണം നമ്മളെ മക്കളെക്കുറിച്ച്. കണ്ടോ എന്തിനാ നമ്മളെ വീട്ടിന് വാതിൽ വെക്കണ്? വാതിലും ചെല്ലൊക്കെ എന്തിനാ വീട്ടിന്? നിങ്ങൾ പറയും എന്തിനാ? പൂച്ച കയറാക്കാനാ? പിന്നെ എന്തിനാ വാതിലും ചെല്ലു? രാത്രി ഇത് അടച്ചിടുന്നത് എന്തിനാ അറിയോ? കള്ളം കയറാക്കാനാ. നമ്മളെ പോരൻ്റെ ഉള്ളിൽ തന്നെ കള്ളം ഉണ്ടെങ്കിലോ? കള്ളനുള്ളിലിട്ട് ഞങ്ങൾ പൂട്ടിയെങ്കിലോ? നോക്കണങ്ങൾ, ഈ ഭൂമിയിൽ എല്ലാ കള്ളന്മാരും ഒരു ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ചതാ. ഒരു ഉമ്മ പെറ്റതാ. 2 കൊല്ലം ആ കുട്ടിയും മുല കുടിച്ച് വളർന്നതാ. ഒരു ഉമ്മ പോറ്റിയതാ. അല്ലാതെ കള്ളൻ എന്ന് പറയുന്നത് ഇങ്ങനെ പൊട്ടിമുളച്ചതല്ല എന്ന് ബോധം വേണം നിങ്ങൾക്ക്. ഇതിങ്ങനെ പൊട്ടിമുളച്ചിട്ടുണ്ടാകണമെന്നല്ല, ഒരു ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് വന്നതാ. അത് എവിടെയോ തെറ്റുപറ്റിപ്പോയതാണ്. അത് പറ്റാതിരിക്കാനാണ് ഒരു ഇസ്ലാമിക് സ്കൂളിൽ നിങ്ങൾ കുട്ടീനെ ചേർത്തിയത്. അതാ ഞാൻ പറഞ്ഞത്, ചോറിൻ്റെ കൂടെ സമയം മുടക്കി ചെലവാക്കണം എന്നിട്ട് നിങ്ങളെ മക്കളെ പോറ്റണം. പക്ഷെ നമ്മളെ ഉമ്മ, പുതിയ തലമുറയിലെ ഉമ്മാർക്ക് ഈ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്ന പണി എന്താ കാണുക? യൂട്യൂബിൽ അടുക്കള എങ്ങനെ മനോഹരാക്കാം, അളമാറ എങ്ങനെ അടുക്കി വെക്കാം, ഈ ചുരുട്ടി വെച്ചാലാണോ അട്ടിക്ക് വെച്ചാലാണോ നല്ലത്, ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങളെ പരിപാടി. ഇതൊക്കെ ഇങ്ങനെ ഡെയിലി റുട്ടീൻ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ വീട് എങ്ങനെ സുന്ദരമാക്കാം എന്ന് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഭർത്താവ് വരുമ്പോൾ അളമാറ എടുത്ത് പുറത്തേക്ക് വെച്ചാലോ, കട്ടിൽ അങ്ങോട്ട് മാറ്റിയാലോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, തിളങ്ങേണ്ടത് വീടല്ല, അതിനുള്ളിലും ജീവിതങ്ങളാണ്. എന്നിട്ട് മക്കൾ എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേക്ക് പോയാൽ അവിടുന്ന് അങ്ങോട്ട് പോരാ ഇങ്ങോട്ട് പോരാ, അതിലേക്കൊരു സ്വൈര്യമില്ല, സമാധാനമില്ല. പുറങ്ങനെ വെള്ള ടൈൽസ് തുടച്ച് മിനിങ്ങി നിൽക്കും. പക്ഷേ മക്കൾ കേടുവന്നാൽ നിങ്ങളുടെ മനസ്സിനകത്ത് കരിവാളിപ്പുണ്ടാകും. ഞാൻ കാണുന്നതാ അതെന്നും. ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ എന്താ കൊടുക്കേണ്ടത് കുട്ടിയേക്ക്? എന്താ കൊടുക്കേണ്ടത്? അന്തം വിട്ടിങ്ങനെ നടന്നിട്ട് കാര്യമില്ല. പിന്നെ ഖുർആൻ പഠിക്കാനാണ് ചേർത്തിയാൽ കുട്ടികൾ നന്നാവുന്ന ആർക്കെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ ആ വെള്ളമാണ് വാങ്ങിച്ചേക്കി. എല്ലാ അമ്മമാർക്കുള്ളൊരു തോന്നലാണ് അല്ലേ? ഓൻ പ്രശ്നമൊന്നുമില്ല, ശരിയായിക്കോളൂ. എന്താ അൽമനാറിലല്ലേ പഠിക്കണേ, അൽഫിത്രലല്ലേ പഠിക്കണേ, ഖുർആനല്ലേ പഠിക്കണേ? ആ ഒന്നും കാര്യമില്ല. സ്കൂള് കൊടുക്കാനുള്ളതൊക്കെ സ്കൂൾ കൊടുക്കും. ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം അമ്മയുടെ മടിയാണ്. അത് ആദ്യം ഓർമ്മ വേണം. കണ്ടോ? ഇനിയോ ഞാൻ ചുരുക്കാണ്. 3 നിങ്ങൾ നിയന്ത്രിക്കണം, 2 കൊടുക്കണം. എന്താ നിയന്ത്രിക്കേണ്ടത്? 1 കുട്ടി എന്ത് കാണുന്നു, 2 കുട്ടി എന്ത് കേൾക്കുന്നു, 3 കുട്ടി എന്ത് കളിക്കുന്നു. കാഴ്ച, കേൾവി, കളി നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം. എന്താ കൺട്രോൾ ചെയ്യേണ്ടത്? എല്ലാം കുട്ടി കണ്ടുകൂടാ, എല്ലാം കുട്ടി കേട്ടുകൂടാ. കുട്ടി കാണേണ്ടതേ കുട്ടി കാണാവൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു, 10 വയസ്സായാൽ നിങ്ങളുടെ കുട്ടിയെ വിരുപ്പിൽ നിന്ന് മാറ്റിക്കിടത്തണം. ഭാര്യയും ഭർത്താവും കിടക്കുന്ന വിരിപ്പിൽ കിടത്തരുത്. കാരണം എന്താ? എല്ലാം അവൻ കണ്ടുകൂടാ, എല്ലാം അവൻ കേട്ടുകൂടാ. നിങ്ങൾ വിചാരിക്കും കുട്ടി ഉറങ്ങിയെന്ന്. ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഉണ്ടോ? നല്ലോണം ഉറങ്ങിയേരി കിടക്കാൻ അതിനറിയാം. എന്തിനാ? നിങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ടാവും, പല കുടുംബകാര്യങ്ങളും പലതും കുട്ടി കേട്ടുകൂടാ. സ്വകാര്യതകൾ കുട്ടി കണ്ടുകൂടാ. എന്തിനാ റസൂല് പറഞ്ഞത്? അതിനൊരു ബോധം വെക്കുമ്പോഴേക്ക് അതിനെ മാറ്റണം. നമ്മളോ റൂമൊക്കെ ഉണ്ടാവും, നല്ല സ്നേഹം കണ്ട് കൂടി കുട്ടീനെ +2 പഠിക്കുന്ന കുട്ടീൻ്റെ കൂടെ എപ്പോഴും കിടന്നുറങ്ങുന്ന മാതാപിതാക്കളുണ്ട്, പോട്ടന്മാർ ഉണ്ടോ? +2 പഠിക്കുന്നത് അതിൻ്റെ കൂടെ കിടന്നുറങ്ങും. ആ കുട്ടി ഇനി ഒരിക്കലും മാറൂല, അതിന് ധൈര്യം കിട്ടൂല. ഒരു 5-6 വയസ്സാകുമ്പോഴേക്ക് കുട്ടീനെ റൂം മാറ്റിയാൽ ആ കുട്ടി ധൈര്യത്തിൽ കിടന്നുറങ്ങും. വലിയൊരു അന്തം ഉണ്ടാവില്ല. ഈ അന്തം വരുമ്പോഴുള്ള പേടി വരിക. അങ്ങനെയല്ലോ, അന്തം കൂടുമ്പോഴുള്ള പേടി വരിക. അതിന് മുമ്പോട്ട് മാറ്റിയാൽ മതി. മാറ്റൂല. ഇതിങ്ങനെ കുട്ടീനോട് സ്നേഹിക്കൽ അങ്ങനെ ബെഡ്റൂമിൽ കിടത്തിയിട്ട്. കുട്ടിയെല്ലാം കണ്ടുകൂടാ, കുട്ടിയെല്ലാം കേട്ടുകൂടാ. കുട്ടി കാണുന്നത് നിയന്ത്രിക്കണം. ഈ ബെഡ്റൂമിൽ പോട്ടെ, അതിനേക്കാളും മോശമല്ലേ റീൽസ് കാണുന്നത്, ഷോർട്സ് കാണുന്നത്, TV കാണുന്നത്. എന്ത് കാണുന്നു എന്നത് കുട്ടിയുടെ കാഴ്ചപ്പാടായിട്ട് മാറും. നിങ്ങൾ ശ്രദ്ധിക്കണം. കാഴ്ച നിയന്ത്രിക്കണം, കേൾവി നിയന്ത്രിക്കണം. നോക്ക് നിങ്ങൾ. അടുത്തതോ കളി നിയന്ത്രിക്കണം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കിയതാണ്. കളി എങ്ങനെ നിയന്ത്രിക്കുക? എല്ലാം കുട്ടി കളിച്ചുകൂടാ. കളി കൊണ്ട് കുട്ടി കളിച്ചാൽ എന്താ കിട്ടുക? നിങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ കേൾക്കട്ടെ. കളി കുട്ടിക്ക് എന്താ കൊടുക്കുക? വരട്ടെ. കളിച്ചാൽ എന്താ കിട്ടുക കുട്ടിക്ക്? അങ്ങോട്ട് പറയും. ഒന്നും കിട്ടൂലേ? ഹാപ്പി ആവും അല്ലേ? കുട്ടി ഭയങ്കര സങ്കടം. കുട്ടീനെ കെട്ടിച്ചില്ലല്ലോ സങ്കടം ഉണ്ടാവാൻ. കളിക്കുമ്പോൾ കുട്ടിക്ക് എന്താ കിട്ടുക? കളിയിലൂടെ എന്ത് കിട്ടും? ഞാൻ പറയും. കളിയിൽ കാര്യമോ?
കുടുങ്ങിയപ്പോൾ അത് എട്ടങ്ങട്ട് എന്താ കിട്ടുക? നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത്, കളിക്കുമ്പോഴാണ് കുട്ടി തോൽക്കാൻ പഠിക്കുക, ജയിക്കാനല്ല. കളിക്കുമ്പോൾ ഒരാളെ ജയിക്കൂ, മറ്റൊരാൾ തോൽക്കും. രണ്ടാൾ കളിച്ചാൽ ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. തോൽക്കാൻ പഠിക്കൽ വളരെ പ്രധാനമാണ്. ഞാൻ SLCക്ക് പഠിക്കുമ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ കാലത്ത് കേരളത്തിൽ SLC പാസ്സായത് 55% കുട്ടികളാണ്. 100 എണ്ണം പരീക്ഷ എഴുതിയിട്ട് 55 ജയിച്ചുള്ളൂ, 45 തോൽക്കാൻ പഠിച്ചു. എന്നിട്ട് ആ തോറ്റോലൊക്കെ ആത്മഹത്യ ചെയ്തോ ചെയ്തോ? എന്നിട്ട് ആ തോറ്റോലൊക്കെ സ്കൂളിൽ നിന്ന് പോയി, ഓലൊക്കെ വല്ല കമ്പനിയും തുടങ്ങി, ബിസിനസ്സും തുടങ്ങി. ഈ ജയിച്ചോലൊക്കെ പഠിച്ചാണ്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും അല്ലേ? ഒറ്റൊന്നും തോൽക്കൂല. SLCൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 99.99.99. മറ്റേത് ആരായിക്കും ആ തോറ്റ? ആർക്കറിയാം അല്ലേ? ആരാ തോൽറ്റ്? 1ാം ക്ലാസ് തോൽക്കലുണ്ടോ? 5 തോൽക്കലുണ്ടോ? 10 തോൽക്കലുണ്ടോ? ഒന്നിലാണ് ചേർത്തിയാൽ മതി. ഇന്നലെ എൻ്റെ അടുത്തൊരു കുട്ടീനെ കൊണ്ടുവന്നു, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. എന്നിട്ട് അയാൾ പറയാൻ എന്നോട്, ഇവന് ഭയങ്കര പ്രശ്നമാണ്, ആൾക്കാരെ കൂടെ അങ്ങോട്ട് പോണ് ഇങ്ങോട്ട് പോണ് മറ്റേ പോണ്, പഠിക്കാനൊന്നും ഒരു താല്പര്യമില്ല, എന്താ സാറേ ചെയ്യുക? ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ തീരുമാനിച്ചേ? അടുത്ത കൊല്ലം ഒന്നുകൂടി 9ാം ക്ലാസ്സിൽ അവനൊരു ബോർഡിംഗ് ഉള്ള മദ്രസയിൽ ചേർത്താൻ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അവന് നല്ല തീരുമാനം. ആ ചെക്കനെ കൊണ്ട് മുമ്പിലിരുത്തിയിട്ട് മലയാളത്തിലെ ഒരു പത്രം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇതൊന്ന് വായിച്ചാൽ കേൾക്കട്ടെ. അവനിങ്ങനെ തപ്പണ് അല്ലേ? കിണറ്റിൽ വീണ, കിണറ്റിൽ വീണ എന്തോ ഒരു തള്ളനെ രക്ഷപ്പെടുത്തിയുള്ള വാർത്ത, ചെറിയൊരു ന്യൂസ്. 9 കൊല്ലം സ്കൂളിൽ പഠിച്ച ആ ചെക്കന് വായിക്കാൻ അറിയില്ല മലയാളം. ഞാൻ ചോദിച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് വല്ലതും അറിയുമെന്ന്. ഈ കുട്ടി എങ്ങനെ പഠിക്കുക? ഓന് പിന്നെ സ്കൂളിൽ പോയാൽ കണ്ട ചെക്കന്മാരെ കൂടെ നടക്കലെന്ന് വൃത്തിയുണ്ടോ? അക്ഷരം എഴുതാൻ അറിയാത്ത കുട്ടി 1 മുതൽ 9 വരെ പാസ്സായി വന്നു. ഇങ്ങനെ അതാ സ്കൂളിലെ പാസ്സാക്കൽ. ഞങ്ങൾ എന്നിട്ട് ഒരു അതിനും ഒരു മണ്ണാങ്കട്ടി അതിന് അറിയില്ല. എന്നിട്ട് അതിന് SLC പാസ്സാവും, അത് +2 വരും. അപ്പോൾ അതിനൊന്നും അറിയില്ല. +2 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ ആരും പെർസെൻറ്റേജ് നോക്കൂലല്ലോ. ഇതാണ് സ്കൂളിലെ അവസ്ഥ. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്കൂളിൽ തോൽക്കൂല, ജീവിതത്തിൽ അവൻ തോറ്റു പഠിക്കണം, തോറ്റു കൊടുക്കാൻ പഠിക്കണം. അങ്ങനെ പഠിച്ചപ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യനായത്. അത് കളി കൂടിയാണ്. 2, കളിയിലൂടെയാണ് ബന്ധങ്ങൾ വളരുക. ഞാനും അനിയനും എൻ്റെ അനിയത്തിയും കാക്കയുമൊക്കെ ഭയങ്കര ബന്ധമാണ്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ? നിങ്ങളെ കാക്കി ആങ്ങളെയൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ? ഇല്ല? ഉണ്ടോ? ഉണ്ട്. ആ ബന്ധം എങ്ങനെ ഉണ്ടായത്? എല്ലാ ന്യൂ ഇയറിനും ഹാപ്പി ന്യൂ ഇയർ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായതാ? അല്ല, നിങ്ങൾ ഒരുമിച്ചാണ് കളിച്ചത് അല്ലേ? ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടി ഇപ്പം എങ്ങനെ കളിക്കുന്നത്? ഞാൻ പറഞ്ഞേ, 3 കുട്ടികളുള്ളത് കൈപൊക്കിയേ. 3 കുട്ടികളുള്ളത് ഒന്ന് കൈപൊക്കിയേ. അഞ്ഞ് കൈ താത്തിയിട്ടുള്ളൂ. മൂത്ത കുട്ടീൻ്റെ അടുത്ത് വാപ്പാൻ്റെ പഴയ ഫോണാ അല്ലേ? രണ്ടാമത്തെ കുട്ടീൻ്റെ അടുത്ത് ഉമ്മാൻ്റെ പഴയ ഫോണ്. ചെറിയ കുട്ടിക്ക് പിന്നെ നമ്മൾ ടാബ് വാങ്ങി കൊടുത്തിന് അല്ലേ? എന്നിട്ട് എങ്ങനെ ഇവർ കളിക്കൽ? 3 മൂലക്കൽ 3 ആൾ. ഒരുമിക്കലുണ്ടോ? ഇല്ല. ഇടയ്ക്കൊരു കച്ചറ ഉണ്ടാവും ഇല്ലേ? ഒരു ഒച്ചമ്പുളിയും കച്ചറ ഉണ്ടാവും. അപ്പം കയ്യിലുമായിട്ട് ഉമ്മ പോയി വെക്കും. എന്താണ് അവിടെ പ്രശ്നം? മൂത്ത മോൻ പറയും, ഉമ്മ എൻ്റെ ഫോണിൽ വന്നിട്ട് ഏന്തി നോക്കി. എന്താ സൊല്യൂഷൻ? നമ്മൾ 3 ആളെയും 3 സ്ഥലത്ത് നിർത്തി പറയും, നിൻ്റെ ഫോണിക്ക് അവന് നോക്കണ്ട, അവൻ്റെ ഫോണിക്ക് നീ നോക്കണ്ട, നീ അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കണ്ട. ഇനി ഒരിക്കലും ഒരു നോക്കില്ല. നോക്കുമോ? നിങ്ങൾ പറയും. മക്കളെ വളർത്തിയ കോല. എപ്പോഴാണ് ഇവർ തമ്മിൽ യോജിക്കുക? എപ്പോഴാണ് ഇവർ തമ്മിൽ കളിക്കുക? കുട്ടി കളിക്കണം. എങ്ങനെ? അവരൊരുമിച്ച്. അതിനുള്ള വഴി വീട്ടിലുണ്ടാക്കണം. ഉണ്ടോ? നിങ്ങൾ വീടുണ്ടാക്കിയപ്പോൾ കൊലായി ഉണ്ടാക്കിയോ? ഇല്ല. സ്വന്തമായിട്ട് വീടുണ്ടാക്കിയോന്ന് കൈവക്കി. സ്വന്തം വീട്ടിലൊന്ന് കൈവക്കി. ശരി, വീടുണ്ടാക്കാൻ തീരുമാനിച്ചോളന്ന് കൈവക്കി. നിങ്ങളൊക്കെ എൻ്റെ എവിടെ കിടക്കലിപ്പോൾ? വീടുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടും ഇല്ല, വീടറ്റില്ലാനും. ഇവിടെ തന്നെ കിടക്കൽ ഈ ഓഡിറ്റോറിയത്തിൽ. വീടുണ്ടാക്കുമ്പോൾ സിറ്റ് ഔട്ട് ഉണ്ടാവുമോ? ഇല്ല. ഉണ്ടോ? ലിവിങ് റൂം ഉണ്ടോ? ഡൈനിങ് ഹാൾ, ബെഡ്റൂം, ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ വർക്ക് ഏരിയയൊക്കെ ഒരു ഏരിയ അല്ലേ? 3 അടുക്കളയില്ലെങ്കിൽ നമുക്ക് സുഖം കിട്ടില്ല. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, കിച്ചൺ ആർക്കുള്ളതാ? കുട്ടിക്കാണോ നിങ്ങൾക്കാണോ?
നിങ്ങൾക്കുള്ള ബെഡ്റൂം, ഡൈനിങ് ഹാൾ, ലിവിങ് റൂം, അല്ലേ, ബാത്റൂം, കൊലായി. ഇതിൽ കുട്ടീൻ്റെ സ്ഥലം എവിടെയാ? ഞാൻ പറയും, കുട്ടി എവിടെയാണ് നിൽക്കണ്ടേ? കുട്ടി ബെഡ്റൂമിൽ നിൽക്കണം അല്ലേ? ബെഡ്റൂമിൽ ഇങ്ങനെ ചാടുകയാണ് കുട്ടി. നിങ്ങൾ സമ്മതിക്കുമോ? പായിപ്പിക്കും അല്ലേ? ഷീറ്റ് കേടിരുത്തി, ബെഡ്ഷീറ്റ് കേടിരുത്തി. കാരണം നമ്മൾ യൂട്യൂബിൽ കണ്ട് നല്ല ബെഡ്ഷീറ്റാണ്, നമ്മളെ കുട്ടിയെ കേടിരുത്തി. അപ്പോൾ അവിടുന്ന് പായിപ്പിച്ച്. അപ്പോൾ ഈ ചെക്കൻ വന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നിന്ന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അവിടെ നിന്നോട്ട് വിചാരിക്കുമോ? വേഗം പറയും കേൾക്കട്ടെ വിചാരിക്കുമോ? അപ്പോൾ എന്ത് ചെയ്യും? ഇറങ്ങണം അവിടുന്ന്. കയറിക്കണം, സ്ഥലം കേട്ടോ, ഗ്ലാസ് അല്ലേ പൊട്ടില്ലേ? അവിടുന്ന് ഇറക്കി. അപ്പോൾ സോഫമ്മ പോയി കണ്ട് തല കുത്തി ഒറ്റ ചാട്ടം. സോഫമ്മ ചാടി എൻ്റെ സ്വഭാവം അറിയും. അപ്പോൾ അതും എൻ്റെ സ്ഥലമില്ല. അടുക്കളയ്ക്ക് വരാനേ നിങ്ങൾ സമ്മതിക്കൂല. ഞാൻ അതും വിളിച്ച് പോയാ സ്റ്റോർ റൂം തുറക്കാൻ സമ്മതിക്കൂല. തുറന്നാൽ പിന്നെ എലി കയറി ഏരി ഒന്നും ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, കുട്ടി എവിടെ നിൽക്കണ്ടേ? ഞാൻ ഇങ്ങോട്ട് പറയും, അവസാനിപ്പിക്കുക. അങ്ങനെ ഒരു സമാധാനം കിട്ടാത്ത ചില കുട്ടികൾ ബാത്റൂമിൽ കയറി വായിലടിച്ച് അങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അമ്മ പോയിക്കാണ്ട് മുട്ടും. എന്താ എനിക്ക് അവിടെ പണി? ബാത്റൂമിൽ നിങ്ങൾക്കൊക്കെ എന്താ പണി? അതിങ്ങനെ വിളിച്ചറിയാൻ പറ്റുമോ പുറത്തേക്ക്? അപ്പോൾ കുട്ടിക്ക് എവിടെ കുട്ടിക്ക് സ്ഥലമില്ല. ഇത്തിരി നേരം ബാത്റൂമിൽ ഇരിക്കാൻ നോക്കിയാൽ അവിടെ നിങ്ങൾ സൗകര്യം കൊടുക്കില്ല. അപ്പോൾ കുട്ടി എങ്ങോട്ടാ പോവുക? നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് വീടുണ്ടാക്കുമ്പോൾ കുട്ടിക്ക് കളിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിയണോ? ഒരു ഊഞ്ഞാലെങ്കിലും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കയറാൻ പറങ്കാവും മാവും ഒക്കെ ഉണ്ടേനി. അതുണ്ടോ നിങ്ങളെ വീട്ടിൽ? ഇല്ല. ഈ കുട്ടി പിന്നെ എന്തിട്ടാ ചെയ്യണ്ടേ? നിങ്ങളെ മാതിരി കുട്ടി ഇങ്ങനെ ഗൗരവത്തിൽ ചായയോ വിളമ്പി വെക്കും എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയാവുമോ അത്? അതിന് കളിക്കണ്ടേ? ഞാൻ വീടുണ്ടാക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ഊഞ്ഞാലയുണ്ട്. കുട്ടിക്ക് കളിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുണ്ടാക്കാത്ത വീടുകൾ കുട്ടിക്ക് സ്ഥലമില്ല വീട്ടിൽ. എന്നിട്ട് പറയാണ് ഓൻ 24 മണിക്കൂറും ഫോണിലാണെന്ന്. ഓൻ പിന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും. എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം, നിങ്ങളെ കുട്ടിയൊക്കെ ഓരോ പണിയാക്കി കൊടുക്കി, അല്ല ഹോട്ടലിലോ സ്കൂളിലോ ഡ്രൈവിങ്ങോ ആക്കി കൊടുക്കി. കുട്ടിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അതിനെങ്ങോട്ട് ഓടിക്കളിക്കണ്ടേ? ഇനിയൊരു മുറ്റുണ്ട് നമ്മളെ പുരയിൽ അല്ലേ? അത് ഇൻ്റർലോക്കാണ്, ചലയേക്കാൻ പറ്റൂല. പിന്നെ ഒരു ബോൾ കൊണ്ടുവച്ചാണ്ട് ഓനൊന്ന് തട്ടാൻ പോകുമ്പോഴേക്കും ഉമ്മ അടുക്കളയിൽ നിന്ന് പറയും, പൂച്ചട്ടിൻ്റെ മുകളിൽ തട്ടിയ മുട്ടും കാലും ഞാൻ ഒടിക്കും, ബോൾ എടുത്തേക്കും. ഈ ചെക്കൻ എങ്ങോട്ടാ പോവുക? അപ്പോൾ അവൻ മനസ്സിലാക്കും, കിട്ടി അല്ലേ? ഇതിലിങ്ങനെ കൂടും. എന്നിട്ട് അവസാനം ഓൻ എരപ്പാവും. നമ്മൾ എന്തിനാ പോരണ്ടാക്കി? നമ്മൾ പറയും ലോകത്തെ സകല ജീവിയും കൂടുണ്ടാക്കുക മക്കളെ പോറ്റാനാണ്. കാക്ക കൂടുണ്ടാക്കിയിട്ട് കലാകാലം ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ കിടന്നുറങ്ങൊന്നുമില്ല. കാക്ക കൂടുണ്ടാക്കാൻ മുട്ടടാൻ തോന്നുമ്പോഴാണ് അത് അതിലാ മുട്ടടുക, അയി കിടന്ന് വിരിയും, മക്കളെ പോറ്റും. അത് പറക്കാൻ തുടങ്ങിയാൽ കൂടൊഴിവാക്കി കാക്കി പോവും. പിന്നെ കാക്കക്ക് കൂടില്ല. അപ്പോൾ എന്തിനാ കാക്ക കൂടുണ്ടാക്കിയേ? നിങ്ങളെന്തിനാ വീടുണ്ടാക്കിയേ? ഞാൻ പറഞ്ഞല്ലോ, കാലാകാലം മക്കളെ പോറ്റിനോട് നമുക്ക് വീട് ഒഴിവാക്കാൻ പറ്റൂല. ഇതിനുള്ളിൽ തന്നെ വേണ്ടേ? അപ്പോൾ വീടുണ്ടാക്കിയതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താ? വെള്ള പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇതിങ്ങനെ തിളക്കാനാ, നാട്ടുകാരെ കാണിക്കാനാ? എന്തിനാ വീടുണ്ടാക്കി? മക്കളെ പോറ്റാൻ. ആ മക്കൾക്ക് അവിടെ സ്ഥലം ഉണ്ടോ? വീട്ടിൽ ഉണ്ടോ? ഇല്ല. കുട്ടിക്ക് ഇങ്ങനെ പെൻസിൽ കൈ കിട്ടിയപ്പോൾ ചുമരുമ്പിൽ വരയ്ക്കാൻ വല്ലാത്തൊരു പൊതി. കുട്ടി എന്ത് ചെയ്യും? നിങ്ങൾ സമ്മതിക്കോ വരയ്ക്കാൻ? സമ്മതിക്കോ? നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ ചുമരുമ്പോൾ കുത്തി വരച്ചിണോ? ഇഷ്ടം പോലെ. കാരണം നമ്മളെ കാലത്തെ ചുമരിൽ ആരും ഇതടിക്കില്ല, പെയിൻ്റ് തന്നെ ഉണ്ടാവില്ല. നിങ്ങളോ? മുറ്റത്തെ മതിൽ, മിറ്റമതിൽ ഒക്കെ തേച്ച് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് തൊടാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വെച്ചാണ്. കുട്ടി എന്താ കാട്ടുക അറിയില്ല. അപ്പോഴാണ് സൂര്യ ടി വിക്കാർ പറഞ്ഞത്, കൊച്ചു ടി വി, ഇത് നമ്മുടെ ഏരിയ. കുട്ടിക്കൊരു ഏരിയ കിട്ടി, അതിന് മുമ്പിലിരുന്നു. ഓനെ കുറ്റം വേണ്ട കാര്യമുണ്ടോ? അപ്പോൾ കുട്ടിയുടെ 3 കാര്യങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കണം. കാണുന്നത്, കേൾക്കുന്നത്, കളിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ അരുത്. എന്താ അരുത്? 1, കുട്ടിയെ ഒറ്റപ്പെടുത്തരുത്. ഒരു മൂലക്കലൊരു ഫോണും കൊടുത്തിട്ട് മിണ്ടരുത് പറഞ്ഞ് നിർത്തരുത്. കുട്ടി അങ്ങനെ അങ്ങ് വളരും, മൂരാച്ചിയാകും, നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല. കുടുംബം എന്നത് ചേർത്തു പിടിക്കുന്ന ഇടമാണ്. അരമണിക്കൂറെങ്കിലും ഒരു ദിവസം എല്ലാം മാറ്റിവെച്ച് ചോറൊക്കെ തിന്നു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട്
പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സോഫൻ്റെ മുകളിൽ കുട്ടികളും നിങ്ങളും ഭാര്യയും ഭർത്താവുമൊക്കെ ഒരുമിച്ചിരിക്കുന്ന ഒരു അരമണിക്കൂർ സമയം വേണം. ഫോണൊക്കെ മാറ്റി വെച്ചൊന്ന് സംസാരിക്കണം. അതിൻ്റെ പേരാണ് ക്വാളിറ്റി ടൈം. ഇതില്ലെങ്കിൽ കുടുംബമില്ല. കുട്ടികളിങ്ങനെ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ ഓരോ കുട്ടി ഓരോ തുരുത്തിലാണ്. നമ്മളെ വീടാണെങ്കിലോ പണ്ടത്തെ മാതിരിയല്ല, കുട്ടികൾക്കൊക്കെ റൂമാണ് അല്ലേ. ഞാൻ ഇന്നെ ഒരാൾ കുടിരിക്കൽ ഹൗസ് വാമിങ് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അന്നൊരു പ്രോഗ്രാമുണ്ട്. ഞാൻ ഒരു ദിവസം ആ മനുഷ്യൻ്റെ വീടുണ്ടാക്കിയ സ്ഥലത്ത് കൂടിയേ മറ്റൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ എനിക്ക് ഓർമ്മ, ഇയാൾ വിളിച്ചതല്ലേ ഒന്ന് കയറണ്ടേ. ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആയിക്കൊണ്ട് വരുന്നുണ്ട്, വീട്ടിൽ ഞാൻ വന്നിട്ടില്ലല്ലോ, ഞാനൊന്ന് വീട് കാണാൻ വരാം. ഓ, അങ്ങനെ അയാൾ ലൊക്കേഷൻ അയച്ചു തന്നു. ഞാൻ വീട്ടിലെത്തി. ഭയങ്കര ഒരു വീട് സംഭവം. ഞാൻ ഉള്ളിൽ കയറി, അയാളൊക്കെ കാണിച്ചു തന്നു. പുതിയ വീടാണ് ഒക്കെ കാണിച്ചു തന്നു. വെൽ അറേഞ്ച്ഡ്, ഫർണിഷ്ഡ്, ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ അടിപൊളി ഒരു വീട്. 6 ബെഡ്റൂമുണ്ട്. 3 താഴത്ത് 3 മേലി. ബെഡ്റൂമിലൊക്കെ പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾക്ക് 3 മക്കളാണ്. 3 മക്കളും ഭാര്യയും ഭർത്താവും. അപ്പോൾ എത്ര റൂം വേണം വീട്ടിൽ? എത്ര റൂം വേണം? 3 1 4 റൂം മതി അല്ലേ, പോരെ? 3ാമത്തെ കുട്ടിക്ക് 1.5 വയസ്സാണ്. പാലുടിക്കുന്ന കുട്ടി 1.5 വയസ്സാണ് ചെറുതിന്. ആ വീട്ടിൽ 6 റൂമുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു, വലിയ വീടാണ്, തുടച്ച് അടച്ച് കൊണ്ടു നടക്കണ്ടേ, എന്തിനാ 6 റൂം? അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയാണ്, ഞങ്ങൾക്ക് 2 കുട്ടികളും കൂടി വേണമെന്നുണ്ട്. അപ്പോൾ ഉണ്ടാവാൻ പോണ കുട്ടിക്കും കൂടി ആ വീട്ടിൽ റൂമുണ്ട്. നമ്മളൊക്കെ കല്യാണം കഴിച്ചപ്പോൾ റൂം കിട്ടിയതിൻ്റെ ഭാഗ്യം അല്ലേ. ഉണ്ടാവാൻ പോണ കുട്ടിക്ക് റൂം ഉണ്ടായിട്ടില്ല. 1.5 വയസ്സാണ്, അതിനുണ്ട് റൂം ഒക്കെ ഫർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഓരോ റൂമുണ്ടാക്കി കുട്ടികളെയൊക്കെ റൂമിലകത്താക്കി ഒരു ബന്ധവുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന കുടുംബമാവരുത്. ഒറ്റപ്പെട്ടാൽ പിന്നെ കുടുംബമില്ല. അതുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഇടമാവണം കുടുംബം. അരമണിക്കൂറെങ്കിലും ഒറ്റപ്പെടാതെ നോക്കണം. കുട്ടിയെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത്. 2, കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ കുട്ടീനെ കുറ്റപ്പെടുത്തല്ലോ ഇല്ലല്ലോ. ഇല്ല. ഈ നല്ല ചുരിദാറും പർദ്ദയൊക്കെ ഇട്ടാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ സ്വഭാവം വേറെയാണ്. ആ പുരയിൽ ആ മാക്സ് ഇട്ടാണ്ട് കയറ്റി കുത്തിയൊരു നിപ്പുണ്ട്, മുട്ടിയൊക്കെ അങ്ങനെ കെട്ടിയാണ്ട് അങ്ങനെയുണ്ട്. ഈ സ്വഭാവം ഒന്നല്ല അപ്പം ഉണ്ടാകുക. ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവമാണ്. ഇപ്പം നല്ല രസമുണ്ട്, മേക്കപ്പൊക്കെ ചെയ്ത് പൗഡറൊക്കെ ഇട്ട് അല്ലേ. ഇങ്ങനെയാണോ നിങ്ങൾ പുര ഉണ്ടാവില്ല? അല്ല അല്ലേ, അങ്ങനെയല്ലോ. നഞ്ഞ് ആ കോലത്തിലുള്ള ഉത്തരം പറഞ്ഞാൽ മതി. അപ്പോൾ ഇരിക്കുന്ന ഉത്തരം പറയണ്ട. അപ്പോൾ ഫാൻ്റെ തൊട്ട് ഇരിക്കുന്നതുകൊണ്ടുള്ള ഗുണമാണ്. ഉണ്ടോ? കുട്ടീനെ നിങ്ങൾ കുറ്റപ്പെടുത്തലുണ്ടോ? ഇല്ല. ഉണ്ടോ? എന്നാൽ എപ്പോഴാണ് കുറ്റപ്പെടുത്തലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. ഉണ്ടോ? കുട്ടിക്ക് നിങ്ങൾ കുപ്പി ഗ്ലാസ്സിൽ ചായ കൊടുത്ത്, കുപ്പി ഗ്ലാസ്സിൽ ആ കുപ്പി ഗ്ലാസ്സിൽ ചായ ഇങ്ങനെ കുടിച്ച് എന്തോ തിന്നാൻ കൊടുത്ത് അതിൻ്റെ നെയ്യ് അതിൻ്റെ മുകളിലുണ്ട്. കുട്ടി ഗ്ലാസ് ഒക്കെ എടുത്ത് പൊന്തിച്ചപ്പോൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ കണ്ടുപോയി, ക്ലിങ് പൊട്ടി. ഈ ഗ്ലാസ് പൊട്ടിയ ഈ പെണ്ണുങ്ങൾക്ക് ഭ്രാന്താവും. കാരണം ഗ്ലാസ്സിന് 5 റുപ്യ 8 റുപ്യൊക്കെ വില ഉള്ളൂ. പക്ഷെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 16 റുപ്യൻ്റെ പണിയോടെ എടുക്കേണ്ടി വരും. ആ കടിച്ചുകൂട്ടി വാരി കുപ്പിച്ചില്ലൊക്കെ ഒഴിവാക്കി കുറച്ച് പണി ഉണ്ടാവും. ചായയും ഗ്ലാസും കയ്യിൽ നിന്നാണ് വീണ്, ക്ലിങ്. നീ എന്താ സംഭവിക്കുക? നിങ്ങൾ പറയും. നിങ്ങൾ ഓടി വരും. എന്താ ആദ്യത്തെ ചോദ്യം? മോനെന്തെങ്കിലും പറ്റിയോ? ആയിരിക്കുമോ? ആയിക്കോ. ദേഷ്യം ഇങ്ങനെ വരും അല്ലേ. പൊട്ടിച്ച് എന്ത് സാധനം കയ്യിൽ കിട്ടിയാലും അത് പൊട്ടിക്കും. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കെട്ട് കംപ്ലീറ്റ് കൊൻ്റെ മേല്. ഓ അങ്ങനെ അന്തം വിട്ടിരിക്കുക. എപ്പോഴും ഞാൻ അങ്ങനെയാണോ? ശരി. ഉമ്മക്കൊരു പ്രത്യേകതയുണ്ട്. ഉമ്മ പറഞ്ഞാൽ അത് കുട്ടി വിശ്വസിക്കും. ആരും അങ്ങനെയാണ്. ഉമ്മ പറഞ്ഞാൽ കുട്ടി വിശ്വസിക്കും. ചിലപ്പോൾ നമ്മൾ പറമ്പിലൊക്കെ ചെന്നിട്ട് മാവിൻ്റെ മുകളിൽ കുട്ടി പകുതി കയറിയിട്ടുണ്ടാവും. ഓൻ പകുതി മാവിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടാവും. പകുതി കയറുമ്പോൾ അമ്മ കാണുക. അമ്മ ഓടി വന്ന് താഴ്ന്ന് പറയും, നോക്കിയാ കയറല്ലേ വീഴും, കയറല്ലേ വീഴും. അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ ഓൻ താഴത്തേക്ക് എത്തും. അപ്പോൾ ഉമ്മ പറയും, ടിം, ഞാൻ പറഞ്ഞില്ലേ വീഴുന്ന്, പറഞ്ഞിട്ടാ വീട്. അത് പറഞ്ഞോടുകൂടി കുട്ടി വിശ്വസിച്ചു, എന്ത് ഞാൻ വീഴുന്ന്. നിങ്ങൾ കുട്ടിയുടെ പഠിക്കും, മോൾക്ക് പോട്ടെ മോനെ, ഏറ്റവും മുകളിൽ കയറി നിൽക്കും. കണ്ട നിങ്ങൾ? ആരാ പ്രശ്നം? ഉമ്മയാണ്. ഉമ്മാൻ്റെ വാക്ക് കുട്ടി അക്ഷരം പ്രതി വിശ്വസിക്കും. ചെറിയ കുട്ടീൻ്റെ കാര്യം കേട്ടോ, വിശ്വസിക്കും. അത് നിങ്ങൾ എന്തൊക്കെയാണ് ക്ലാസ് പൊട്ടിയപ്പോൾ പറഞ്ഞ് പൊട്ടൻ, വന്ന ബുദ്ധി, ഒരു ശ്രദ്ധയില്ല. മോൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ്, ഞാൻ ശ്രദ്ധയില്ലാത്തൊരു കുട്ടി. ഓഹോ,
ഉണ്ടോ? ഉമ്മൊക്കെ പറഞ്ഞ് അല്ലേ? എന്നിട്ടോ ആ ഗ്ലാസ്സൊക്കെ അടിച്ചുകൂട്ടി വാരി അത് വാരുന്ന സാധനത്തിലാക്കി അത് സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കും. കാരണം എന്താ? കുപ്പിച്ചില്ല് മുറ്റത്തിടാൻ പറ്റൂല, വേസ്റ്റ് കൂടാൻ പറ്റൂല. അത് ഭർത്താവിൻ്റെ ഡ്യൂട്ടിയാണ്. ഒഴിവുള്ളന്ന് പറമ്പിൻ്റെ മൂലക്കലുണ്ടെങ്കിൽ കൊണ്ടുപോയി ഇടണം, അല്ലെങ്കിൽ ആരും കാണില്ല എന്ന് ഉറപ്പ് വരുത്തി അപ്പുറത്തെ പറമ്പിലേക്ക് ഇടണം. ഇതൊക്കെ ഭർത്താവിൻ്റെ ഡ്യൂട്ടിയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടിച്ചുകൂട്ടി വാരി വെക്കും. വൈകുന്നേരം ഭർത്താവ് വന്നു, നിങ്ങളോട് ചോദിച്ചു ഇതെന്താണ് ഒരു ഗ്ലാസ് ഇങ്ങനെ? ആ പിന്നെ അത് നിങ്ങളാ മൂത്തുണ്ടല്ലോ ഇവിടെ, ഓൻ പൊട്ടിച്ചു. പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചിട്ട് ചെയ്തല്ലേ അല്ലേ? അങ്ങനെ ഭർത്താവ് ആ ഗ്ലാസ്സൊക്കെ കൊണ്ട് കളഞ്ഞ് ഉഷാറായി. 3 ദിവസം കഴിഞ്ഞപ്പോൾ വിമ്മിട്ട് ഇങ്ങനെ പാത്രം കഴുകി കൊണ്ടുവെക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് ക്ലിങ്. ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? മുണ്ടാതെ അത് വാരിയണ്ട് ആ സിങ്കിൻ്റെ അടുത്ത് വെച്ചു. ഭർത്താവ് വന്ന് നിങ്ങളോട് ചോദിച്ചു ഇന്നുണ്ടല്ലോടി ഒരു ഗ്ലാസ് ഇവിടെ, നിങ്ങളെന്താ പറയുക? അതെ, നിങ്ങളെ കെട്ടിയോള് പൊട്ടിച്ചു. അപ്പം നിങ്ങൾ പറയും എന്താ? ആ പിന്നെ ഞാൻ കഴുകുമ്പോഴേ പൊട്ടിപ്പോയി. അത് സാരില്ല. ചെക്കനോ പൊട്ടിച്ചു. ഉളുപ്പുണ്ടല്ലോ നിങ്ങൾക്ക്. ശരിക്കും പൊട്ടിച്ചതാരാ? നിങ്ങളല്ലേ? പോത്തോലെ വലിപ്പമുള്ള നിങ്ങൾക്ക് ശ്രദ്ധിച്ചുകൂടി ഇനിയെ പൊട്ടാതെ? കുട്ടി ചെറുതല്ലേ, അതിന് ശ്രദ്ധ കുറവല്ലേ? ഓൻ്റെ കയ്യിൽ നിന്ന് അത് പൊട്ടിപ്പോയി. നിങ്ങളോ നിങ്ങളോ പൊട്ടിച്ചു അല്ലേ? ആ എന്നാലോ ഇനി ചില ആൾക്കാരുണ്ട്, ഇതൊക്കെ നമ്മൾ പറയും. ഇനി ഇതേ പറച്ചിൽ നിങ്ങളെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടിപ്പോയി. നിങ്ങളെ മോൻ വന്നാണ്ട് നിങ്ങളെ ഭർത്താവ് വന്നാണ്ട് ഇത് കണ്ടു. ഭർത്താവ് ചോദിച്ചു ഇതെന്താ ഒരു ഗ്ലാസ് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മയാണ് ഉത്തരം പറഞ്ഞത്, അത് കഴുകുമ്പോൾ എൻ്റെ കെട്ടിയോള് പൊട്ടിച്ചു. നിങ്ങൾക്ക് പറ്റുമോ? അന്ന് ബെഡ്റൂം കാലാപായിരിക്കും. നിങ്ങളെ തള്ള ഞാൻ പൊട്ടിച്ച പിന്നെന്താ ആയത്? പൊട്ടിപ്പോയി. മോനോ? ഓൻ കലാപം നടത്താനൊന്നും പ്രായമാവാത്തതുകൊണ്ട് മുണ്ടാതൊന്ന് കേൾക്കണ് അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറ്റപ്പെടുത്തിയാൽ കുട്ടിയുടെ 2 കാര്യങ്ങൾ നശിക്കും. അതിൻ്റെ പേരാണ് ആത്മവിശ്വാസം, രണ്ടാമത്തേതിൻ്റെ പേരാണ് ആത്മാഭിമാനം. ഞാൻ വിശദീകരിക്കുന്നില്ല, അതുകൊണ്ട് ശ്രദ്ധ വേണം. 3 കാര്യങ്ങൾ അരുത്: കുറ്റപ്പെടുത്തരുത്, ഒറ്റപ്പെടുത്തരുത്, 3 താരതമ്യപ്പെടുത്തരുത്. നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായും നിങ്ങൾ താരതമ്യപ്പെടുത്തരുത്. അങ്ങനെയല്ല, ഇങ്ങനെ മറ്റവൻ്റെ മാതിരി യാവണ്ട പറയരുത്. നിങ്ങളെ താരതമ്യപ്പെടുത്തി നിങ്ങൾക്ക് പറ്റുമോ? നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് ചായ, അടിപൊളി ചായ ഉണ്ടാക്കി ഭർത്താവിന് കൊണ്ട് കൊടുത്തു. ഭർത്താവ് ഒരു സിപ്പ് കുടിച്ചിട്ട് പറഞ്ഞു, ഓ എന്ത് ചായയുടെ ഇത്, ചായ എൻ്റെ അനിയത്തിൻ്റെ ചായയാണ് ചായ എന്ന് പറഞ്ഞാൽ ആ ബാക്കിയുള്ള ചായ എവിടെ കിടക്കാമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിർത്ത് അയാളെ തലയിൽ കൂടി വയ്ക്കുകയും ചെയ്യും. പോരാത്തതിന് അടുക്കളയിൽ പോയിട്ട് ബാക്കിയുള്ളത് കൊണ്ടൊന്ന് വയ്ക്കും അല്ലേ? നമ്മൾ എന്താ മൂപ്പർ ചെയ്ത തെറ്റ്? നമ്മളെ മറ്റൊരു തീയുമായി താരതമ്യപ്പെടുത്തി. സ്വന്തം അനിയത്തിയാണെങ്കിൽ പോലും നമ്മൾ ക്ഷമിക്കില്ല. പിന്നെ എങ്ങനെ മക്കൾ ക്ഷമിക്കുക? അതുകൊണ്ട് 2 കുട്ടിക്ക് കൊടുക്കുക, 3 നിയന്ത്രിക്കുക, 3 നിങ്ങൾ അരുത്. അപ്പോഴോ കുട്ടി ഇങ്ങനെ മനോഹരമായിട്ട് വളരും. അതുകൊണ്ട് വളർത്തുക എന്ന തന്ത്രത്തിലേക്ക് നിങ്ങൾ പോകണം. പെറ്റു ഇനി അങ്ങോട്ട് പോറ്റുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകരുത്. അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് ചെയ്യേണ്ട പണിയാണ് രക്ഷാകർതൃത്വം എന്ന ബോധം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടാവണം. ഏറ്റവും മികച്ച രക്ഷിതാക്കളാക്കി റബ്ബ് സുബ്ഹാനഹു തആല നമ്മേവരെയും മാറ്റുമാറാവട്ടെ. മക്കളെ ഏറ്റവും നല്ല ദീനുള്ള ഖുർആൻ അറിയുന്ന ഭൗതികത പഠിച്ച് മികച്ച മക്കളാക്കി ദുനിയാവിലും പരലോകത്തും ഗുണമുള്ളവരാക്കി റബ്ബ് നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയത്തിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.